പരിവാദിനികളെ താക്കളിലയ കലാകുതൂഹല സാത്വികി ഗുണവിലാസ ചിത്രിത യാത്മന പരമ പാവനി കലാ സാ ശിവാനി വിദധാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി. ശ്രീ ഗുരുഭ്യോ നമഃ. പരിമാണം തതഃ പരിമാണം തതഃ ഓം സദസദോരന്യോന്യ കാര്യകാരണത്വാത് ഓം സദസദോരന്യോന്യ കാര്യകാരണത്വാത് ഓം അഹം മമേതി വിജ്ഞാതോ മത്തോ നാന്യഃ. ഓം അഹം മമേതി വിജ്ഞാതോ മത്തോ നാന്യഃ. ഓം തദ്വത് തസ്മാത് ഓം തദ്വത് തസ്മാത് ഓം ദൃഗ്ദൃശ്യയോഃ സമാനകാലീനത്വാത് ഓം ദൃഗ്ദൃശ്യയോഃ സമാനകാലീനത്വാത് ഓം സുഖൈകത്വാത് ഓം സുഖൈകത്വാത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വ്യാപകതയാ ദിശാമസ്തിത്വാത് ഓം വ്യാപകതയാ ദിശാമസ്തിത്വാത്. ശ്രീ ഗുരവേ നമഃ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുപാദങ്ങളിൽ പ്രണാമം. ആത്മജിജ്ഞാസുക്കൾക്ക് ഏവർക്കും വന്ദനം. വളരെ മനോഹരമായി ഇന്ന് പ്രാർത്ഥന ആലപിച്ച സരസ്വതി സുനൽ, സുധർമ്മ വിശ്വനാഥൻ ഇരുവർക്കും സ്നേഹം അറിയിക്കുന്നു. വളരെ വേദാന്ത സൂത്ര ജപമൊക്കെ വളരെ കൃത്യമായി തന്നെ തെറ്റുകൂടാതെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളുടെ പഠനം ഏകദേശം ഇപ്പോൾ 16-ാം സൂത്രത്തിലെത്തി നിൽക്കുകയാണ്. നമ്മളുടെ ഈ ആധ്യാത്മിക യാത്രയിൽ, ഈ ജ്ഞാനദാന യജ്ഞത്തിൽ പലപ്പോഴും പല ക്ലാസ്സുകളിലും നമുക്ക് പുതിയതായിട്ടുള്ള ആളുകൾ ആഡ് ചെയ്യാറുണ്ട്, അവരെത്താറുണ്ട്. അപ്പോൾ നമ്മൾ പകുതിയിൽ വെച്ചാണ് ഈ ക്ലാസ് കേൾക്കുന്നത് എന്ന് മാത്രമല്ല, ഇത് ഗുരുവിൻ്റെ കൃതികളുടെ സത്ത ഉള്ളടക്കി വെച്ചിട്ടുള്ള സൂത്രങ്ങളാണ്. ഇതിലൂടെ നമ്മൾ ഗുരുവിൻ്റെ മറ്റു കൃതികളിലൂടെ എല്ലാം സഞ്ചരിച്ചാണ് ഈ യാത്ര പോകുന്നത്. അപ്പോൾ ഇത് ബുദ്ധി കൊണ്ട് എടുക്കാതെ, മനസ്സുകൊണ്ട് ചിന്തിച്ച് വിഷമിക്കാതെ ശ്രദ്ധയോടെ ഇരുന്ന് ശ്രവിക്കുക, മനസ്സിലാകുന്നത് മാത്രം ഗ്രഹിക്കുക, മനസ്സിലാകാത്തത് വിട്ടുകളയുക. അപ്പോൾ ഇത് നമ്മൾ അക്കാഡമിക്കായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ നടത്തുന്ന ഒരു യജ്ഞമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ നമ്മൾ എത്തിച്ചേരേണ്ടത് എവിടെയാണോ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ആ യാത്രയിൽ നമുക്ക് നമ്മുടെ ആത്മസ്വരൂപത്തിന് തെളിച്ചമുണ്ടാകുന്ന ആ വജസ്സുകളെ നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ നമ്മൾ എടുത്തുകൊണ്ട് നമ്മുടെ യാത്ര തുടരാം. ഇന്ന് നമുക്ക് വേദാന്ത സൂത്രത്തിൻ്റെ 16-ാമത്തെ സൂത്രമാണ് വിചാരം ചെയ്യാനുള്ളത്.
15-ാമത്തെ സോറി 16-ാമത്തെ സൂത്രം നമ്മൾ വിചാരം ചെയ്തു. ഇനി 17-ാമത്തെ സൂത്രമാണല്ലേ ടീച്ചർ? അതെ. അപ്പോൾ 16-ാമത്തെ സൂത്രത്തിലെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? അഹം മമേതി വിജ്ഞാത മത്തോ നാന്യഹ എന്നാ പറഞ്ഞത്. ഞാൻ എൻ്റെ, ഈ ലോകം മുഴുവൻ ഈ ഞാനും എൻ്റേതുകളെ കൊണ്ട് പരസ്പരം കലഹിച്ചും ഇരുട്ടാർന്ന ഈ ലോകത്തിലേക്ക് ഗുരു പറയുകയാണ്, ഞാനും എൻ്റേതും എന്ന് അറിയപ്പെടുന്നതെല്ലാം എന്നിൽ നിന്ന് അന്യമല്ല എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഈശ്വരസത്തയുടെ ബഹിർസ്ഫുരണങ്ങളാണ്, പ്രകടനങ്ങളാണ് എല്ലാം ഞാനും എൻ്റേതും സമസ്തയും എന്നാണ് പറഞ്ഞു വെച്ചത്. ഇനി അതിൻ്റെ തുടർച്ചയെന്നോണം സൂത്രം 17 ഗുരു പറയുന്നു തദ്വത് തസ്മാത്. അപ്പോൾ നമ്മൾ 2 ക്ലാസ് കൊണ്ടാണ് 16-ാം സൂത്രം പഠിച്ചത്. ഇന്ന് പുതിയതായിട്ട് വന്നവരെ 17-ാമത്തെ സൂത്രത്തിൽ ശ്രദ്ധ വയ്ക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. തദ്വത് തസ്മാത്, എപ്രകാരമാണോ ഞാനും എൻ്റേതും എന്നിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നത്, ഞാനെന്ന് കരുതുന്നതും എൻ്റേതെന്ന് കരുതുന്ന എൻ്റെ ശരീരം, എൻ്റെ ബുദ്ധി, എൻ്റെ മനസ്സ്, എൻ്റെ വീട്, എൻ്റെ വാഹനം, എൻ്റെ സർവസ്വവും എന്ന് നമ്മൾ കരുതുന്നത് ഞാനെന്ന ആ ആത്മസത്തയിൽ നിന്നും വേറിട്ടതല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ പരമമായ സത്തയുടെ തന്നെ ആവിഷ്കാരങ്ങളാണ്, പ്രകടനങ്ങളാണ് ഞാനും എൻ്റേതുകളും എല്ലാം. ഗുരു പറയാണ് തദ്വത്, അതുപോലെ തന്നെ തസ്മാത്. വളരെ ചെറിയൊരു സൂത്രമാണ് തദ്വത്. 2 വാക്കുകളെ കൊണ്ട് മഹത്തായ ഈ വിശ്വത്തോളം വലുതായ ഒരു ആശയത്തെ അവിടെ ഉള്ളടക്കി വെച്ചിരിക്കുകയാണ്. തദ്വത് എന്നുള്ള സംസ്കൃത പദത്തിൻ്റെ അർത്ഥം അപ്രകാരം തന്നെ. തദ്വത് അപ്രകാരം തന്നെ. എപ്രകാരം? ഞാൻ എൻ്റേത് എന്ന് അറിയപ്പെടുന്നതെല്ലാം എപ്രകാരമാണോ എന്നിൽ നിന്ന് ഭിന്നമല്ലാത്തത്, ആത്മാവിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നത്, അപ്രകാരം. അതാണ് അപ്രകാരം എന്നുള്ള വാക്കിനെ പൂർവ്വസൂത്രവുമായി ഘടിപ്പിച്ച് വേണം മനസ്സിലാക്കാൻ. അപ്രകാരം തന്നെ. ഏതുപോലെയാണോ ഞാനും എൻ്റേതുകളും ആത്മാവിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നത്, അപ്രകാരം തന്നെ. തദ്വത് അപ്രകാരം തന്നെ. തസ്മാത് അതിൽ നിന്നും. തസ്മാത് എന്ന വാക്കിന് അതിൽ നിന്നും എന്നാണ് അർത്ഥം. തത് എന്ന ശബ്ദത്തിൻ്റെ പഞ്ചമി വിഭക്തിയാണ് തസ്മാത്, അതിൽ നിന്നും. ഏതിൽ നിന്നും? തശബ്ദം കൊണ്ട് നമ്മൾ സാധാരണ എന്തിനെയാ സൂചിപ്പിക്കാറ്? ബ്രഹ്മത്തെ. അപ്പൊ തസ്മാത്ത് എന്ന് പറഞ്ഞാലോ അതിൽ നിന്നും. ഏതിൽ നിന്നും? കസ്മാത്ത്. ഏതിൽ നിന്നും? ബ്രഹ്മത്തിൽ നിന്നും. ബ്രഹ്മണഃ അല്ലെ, ആ ബ്രഹ്മത്തിൽ നിന്നും. അപ്പോൾ അവിടെ ഒന്ന് എഴുതി വെക്കുക. തത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മവാചി ശബ്ദമാണ്. അത് നപുംസകലിംഗ ശബ്ദമാണ്. നമ്മൾ പറഞ്ഞു ഈശ്വരന് സ്ത്രീലിംഗവും പുല്ലിംഗവും ഒന്നുമില്ല. ഏതൊക്കെ ഈശ്വരൻ്റെ ആവിഷ്കാരങ്ങൾ ഇവിടെ ഉണ്ടോ അതെല്ലാം ഒരേ ഒരു സത്തയുടെ പ്രകടനങ്ങൾ മാത്രമാണ്. ഭക്തൻ്റെ മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ രൂപങ്ങളും നമ്മൾ സ്വീകരിക്കുമ്പോഴും ബ്രഹ്മശബ്ദം നപുംസകലിംഗത്തിലാണ് സംസ്കൃത ഭാഷയിൽ പ്രയോഗിച്ചിരിക്കുന്നത്. സ്ത്രീയോ പുരുഷനോ ഒന്നുമില്ല അവിടെ. അപ്പോൾ തത് എന്നത് ബ്രഹ്മവാചി ശബ്ദമാണ്, നപുംസകലിംഗ ശബ്ദമാണ്. ആ തശബ്ദത്തിൻ്റെ പഞ്ചമി ഏകവചനമാണ് തസ്മാത്. തസ്മാത് തഭ്യാം തേഭ്യ എന്നാണ് രൂപം. തസ്മാത് തഭ്യാം അതൊന്നും പഠിക്കണ്ട, വെറുതെ കേട്ടിരുന്നാൽ മതി. അതൊന്നും എഴുതി വിഷമിക്കണ്ട. അതിൽ നിന്ന് എന്നർത്ഥം. പഞ്ചമിക്ക് അതിൽ നിന്ന് എന്നർത്ഥം. അപ്പോൾ ഏതിൽ നിന്ന്? ആ ബ്രഹ്മത്തിൽ നിന്ന് എന്നർത്ഥം. അപ്പോൾ 2 പദങ്ങളുള്ള ചെറിയ സൂത്രമാണ് തദ്വത് എന്ന് പറഞ്ഞ അപ്രകാരം തന്നെ. തസ്മാത് അതിൽ നിന്നും, ബ്രഹ്മത്തിൽ നിന്നും അന്യമല്ല. എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം? എന്താ? അപ്രകാരം തന്നെ ഈ കാണുന്ന ഈ സമസ്ത ചരാചരങ്ങളും ഈ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം തന്നെ ആ ബ്രഹ്മത്തിൽ നിന്നും അന്യമല്ല. പ്രകാരമാണോ ഞാനും എൻ്റേതുകളും ആ ബ്രഹ്മസത്തയിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നത്, അപ്രകാരം തന്നെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സമസ്ത ചരാചരങ്ങളും ആ ഏകാത്മകതയുടെ പ്രകടനങ്ങൾ, ആവിഷ്കാരങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ തദ്വത് എന്നുള്ളതിൻ്റെ സൂത്രത്തിൻ്റെ അർത്ഥം അപ്രകാരം തന്നെ.
തസ്മാത് എന്ന് വെച്ചാൽ അതിൽ നിന്നും, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്നും അന്യമല്ല എന്നുള്ള അർത്ഥമാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി എന്നിട്ട് വേറെ കുറിച്ച് വെക്കണം, തശബ്ദത്തിൻ്റെ പഞ്ചമി ഏകവചനമാണ് തസ്മാത്. തസ്മാത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും. ഇനി സൂത്രാർത്ഥം എന്ന് കൊടുത്തിട്ട് എഴുതുക. അതിൽ നിന്നുണ്ടായതെല്ലാം അതിൽ നിന്നും ഭിന്നമല്ല. ആ വാക്കിൻ്റെ അർത്ഥം മാത്രമാണ് പറഞ്ഞത്. അതിൽ നിന്ന് അപ്രകാരം തന്നെ ചേർത്ത് അപ്രകാരം അതിൽ നിന്നുണ്ടായതെല്ലാം അതിൽ നിന്നു ഭിന്നമല്ല. അതൊന്നും കൂടി വിശദീകരിച്ച സൂത്രത്തിൻ്റെ അർത്ഥം എഴുതിക്കോ. ബ്രഹ്മാധിഷ്ഠാനത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾ ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല. ബ്രഹ്മാധിഷ്ഠാനത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾ ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമല്ല, അല്ലെങ്കിൽ അന്യമല്ല. അത് ബ്രഹ്മത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണെന്ന് താല്പര്യം കേട്ടോ. ബ്രഹ്മാധിഷ്ഠാനത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾ ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമല്ല. അതായത് ബ്രഹ്മത്തിൽ നിന്ന് തന്നെ ഉണ്ടായത് അത് തന്നെയാണ്. ഏതിൽ നിന്നുണ്ടായോ അതിൻ്റെ സ്വരൂപം, എന്തിൽ നിന്നും ഉണ്ടായതാണോ അതിൻ്റെ സ്വരൂപം തന്നെയാണ് ഉണ്ടായതിനും. കാരണത്തിനും കാര്യത്തിനും ഭിന്നതയില്ല. അപ്പോൾ ടീച്ചർ എഴുതിയായിരുന്നോ, ഇന്ദിര ടീച്ചർ എഴുതിയായിരുന്നോ സൂത്രാർത്ഥം എന്തായിരുന്നു എഴുതിയേ? അപ്രകാരം തന്നെ അതിൽ നിന്നും ഉണ്ടായതെല്ലാം പറഞ്ഞോളൂ. അതിൽ നിന്നും ഭിന്നമല്ല. ബ്രഹ്മാധിഷ്ഠാനത്തിൽ കാണപ്പെടുന്ന പ്രാപഞ്ചിക ദൃശ്യങ്ങൾ ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമല്ല, അതായത് അന്യമല്ല. അത് ബ്രഹ്മത്തിൽ നിന്നും തന്നെ ഉണ്ടായതാണെന്ന് താല്പര്യം. ഓക്കെ. കാരണത്തിനും കാര്യത്തിനും ഭിന്നതയില്ല അല്ലെ? ഇത്രയും സൂത്രങ്ങൾ, ഇത് പൂർവ്വ സൂത്രങ്ങളിലൂടെ നമ്മൾ ഇതാ പറഞ്ഞു വന്നത് അല്ലേ? കാര്യകാരണങ്ങൾക്കും വിഷയകൾക്കും വിശേഷങ്ങൾക്കും ഒന്നും ഭിന്നതയില്ല. മനുഷ്യരിവിടെ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ട് ഈ ലോകത്തെ ഇരുട്ടാർന്നതായി കാണുമ്പോൾ, ഈ ലോകത്തെ ഒറ്റയ്ക്ക് ഒരേ ഒരു ബ്രഹ്മത്തിൻ്റെ പ്രകടന ഭാവങ്ങളായിട്ട് ഗുരു കാണുമ്പോൾ എല്ലാതും ഒന്ന് എന്നതിലേക്കാണ് ഓരോ സൂത്രവും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ 2 സൂത്രങ്ങളിലായി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ സൂത്രം മനസ്സിലാക്കാൻ. ഏതൊക്കെയായിരുന്നു കഴിഞ്ഞ 2 സൂത്രങ്ങൾ? 15ഉം 16ഉം. സദസദോഹോ അന്യോന്യ കാര്യകാരണത്വാത്. സത്തും അസത്തും. ഈ പ്രപഞ്ച രൂപത്തിൽ ഈ കാണുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾ ഈ പ്രപഞ്ചമായി വന്നപ്പോൾ കാര്യകാരണഭാവത്തിലാണ് വന്നത്. സത്തും അസത്തുമായിട്ട് ഉണ്മയും ഇല്ലായ്മയുമായി കാര്യകാരണഭാവത്തിലാണ് പ്രപഞ്ചം പ്രകടിതമായതെന്ന് പറഞ്ഞിട്ട് പറയാണ്. അവിടെ അഹം മമേതി വിജ്ഞാതഃ, അതിലുണ്ടായ ഒരു കുഞ്ഞു ജീവൻ, അവിടെ അന്ധകരണത്തിലേക്ക് ഈ പ്രതിബിംബിച്ചിരിക്കുന്ന ഈശ്വരാംശമാണ് നാം എന്ന ജീവൻ. നാം എന്തൊക്കെയാണ് സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന ഈ ലോകത്ത്? എന്തെല്ലാം സ്വപ്നങ്ങൾ മെനഞ്ഞു കൂട്ടിയിരിക്കുന്നു, എന്തെല്ലാം സങ്കല്പങ്ങളുണ്ട്, എന്തെല്ലാം പ്രതീക്ഷകളുണ്ട്. ഇത് നമ്മൾ ഇരിക്കുന്നത് ആ പരമമായ ഈശ്വര സത്തയുടെ ഒരു അംശമായിട്ടാണ് ഇരിക്കുന്നതെന്ന് മാത്രം നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾ വേറൊരാളായിട്ട് പരികല്പന ചെയ്തുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെയും സ്വന്തങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നും നമ്മോടൊപ്പം ഉണ്ടാവും. നഷ്ടപ്പെടുമ്പോൾ വേദനിക്കും, കിട്ടുമ്പോൾ സന്തോഷിക്കും. ഇങ്ങനെയൊക്കെ ഈ സത്യം അറിയാതെ മോഹിക്കുകയും സന്തോഷിക്കുകയും കരയുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ സത്യമറിഞ്ഞ് പരിപക്വ ചിത്തരായി സമാധാനത്തോടെ ശാന്തിയോടെ ലോകജീവിത യാത്ര നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ സത്തും അസത്തും അന്യോന്യം കാര്യകാരണഭാവത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തിനും പ്രപഞ്ചത്തിൽ എന്തും നമ്മൾ പഠിക്കുമ്പോഴും അതൊരു കാരണമുണ്ട്. ആ കാരണത്തിൽ നിന്നാണ് കാര്യമുണ്ടായത്. ആ രീതിയിലാണ് നമ്മൾ പഠിച്ചു വരുന്നത്. പിന്നെ പറയുന്നത് ഞാനെന്നും എൻ്റേതെന്നും അറിയപ്പെടുന്നതെല്ലാം ആ പരമമായ ഈശ്വര സത്തയിൽ നിന്നും ഭിന്നമല്ല എന്നും പറഞ്ഞു. അങ്ങനെ
ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഈ രണ്ട് സൂത്രങ്ങൾ കണക്ട് ചെയ്തിട്ട് വേണം തദ്വത് തസ്മാത്. അപ്രകാരം തന്നെ ആ ബ്രഹ്മാധിഷ്ഠാനത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾ ബ്രഹ്മത്തിൽ നിന്നും അന്യമല്ല എന്ന് പറയാണ്. ഇനി ഇതിൻ്റെ വാക്കുകളും ആശയങ്ങളും മാത്രം പഠിച്ചാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്കിതിൻ്റെ പൊരുൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ലോകത്താണെങ്കിലും മനുഷ്യൻ പ്രയത്നിക്കുന്നത് എന്തിനാ? സുഖം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് സുഖമായിരിക്കണം, ഞാൻ ജോലി ചെയ്യുന്നത് സുഖമായിരിക്കാനാണ്, ഇനി ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നത്, വിവാഹം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ വീട് കെട്ടുന്നത്, കാറ് വാങ്ങുന്നത്, എന്തെല്ലാം നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മൾ സാമൂഹികമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്, അങ്ങനെ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം നമ്മൾ സുഖം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആത്മസുഖത്തിന് വേണ്ടി തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. പക്ഷെ ദുഃഖമുണ്ടാകാൻ വേണ്ടിയല്ല. എന്നിട്ടും ദുഃഖമല്ലേ എപ്പോഴും മനുഷ്യ ജീവിതത്തിൻ്റെ സ്ഥായിയായ ഭാവം. എന്തെല്ലാം ചെയ്തിട്ടും എന്താണോ, ഏത് സുഖമാണോ ഞാൻ ആഗ്രഹിച്ചത്, സംതിങ് ഡിഫറെൻ്റ്, ഞാൻ അതല്ല എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, മറ്റെന്തിനെയോ വേണ്ടി നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ സുഖം കണ്ടുവച്ചത് ഭൗതിക വസ്തുക്കളിലാണ്. ആ സുഖം ഒരിക്കലും സ്ഥായിയല്ല എന്ന് മാത്രമല്ല, പിന്നെ അത് ദുഃഖമായിട്ട് മാറും. അപ്പോൾ ഈ സുഖമാണ് ആഗ്രഹിച്ച് എന്ത് പ്രവൃത്തി ചെയ്താലും അത് പെട്ടെന്ന് തന്നെ നമുക്ക് ദുഃഖാനുഭവങ്ങളായി അത് മാറുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ ഞാൻ ശരീരമാണ് എന്ന ചിന്തയിലാണ് ജീവിക്കുന്നത്. സുഖം ആത്മനിഷ്ഠമാണെന്ന് മറന്നു പോകുന്നു. വസ്തുനിഷ്ഠമാണ്, ഏതെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുവിലാണ് സുഖം ഇരിക്കുന്നതെന്ന് നമ്മൾ കരുതുന്നത്. പക്ഷേ യഥാർത്ഥ സുഖം എന്ത് നമ്മൾ ചെയ്യുമ്പോഴും പ്രതീതമാകുന്നത് ആത്മാവിൻ്റെ ആനന്ദപരതയാണ് പ്രതീതമാകുന്നത്, നമ്മൾ മറന്നു പോകുന്നു. ഇപ്പം മക്കളെ വളർത്തുന്നതും ആനന്ദം അനുഭവിക്കുന്നത് അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ്. മക്കളെ എത്രയോ ലാളിച്ച് വളർത്തിയ മക്കൾ നമ്മളെ വെറുത്തിട്ട് നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചിട്ട് കടന്നു പോകുമ്പോൾ ആ ഇഷ്ടമൊക്കെ പോയില്ലേ? കാരണം നമ്മുടെ ആത്മാവിന് അത് സുഖം തരുന്നില്ല, അപ്പം നമ്മൾ അവരെ വെറുത്തു. അപ്പോൾ എന്തും നമ്മൾ ജീവിതത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത് ആത്മനിഷ്ഠമായ സുഖത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ അത് മറന്നുപോയിക്കൊണ്ട് ഞാൻ ശരീരമാണ് എന്ന ചിന്തയിലാണ് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഈ ശരീരത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ. എപ്പോഴും നമ്മൾ പറയാം, ഒരു വീട് കെട്ടുന്നത് ഈ ശരീരത്തിന് സുഖമായിരിക്കാനാണ്, കാറ് വാങ്ങുന്നത് ഏറ്റവും നന്നായി സഞ്ചരിക്കാനാണ്, ബ്രാൻഡഡ് വസ്ത്രം വാങ്ങുന്നത്, ചെരുപ്പുകൾ വാങ്ങുന്നത്, വാച്ചുകൾ വാങ്ങുന്നത്, എന്ത് ചെയ്താൽ, നല്ല വിദ്യാലയത്തിൽ മക്കളെ കൊണ്ട് പഠിപ്പിക്കുന്നത്, എന്ത് നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ എന്താ പറയുക, ഈ ശരീരത്തെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ചൈതന്യമായിരിക്കുന്ന ആത്മാംശത്തിന് ഈ ബാഹ്യസുഖങ്ങളെ ഒന്നും ആവശ്യമില്ല. അത് സുഖസ്വരൂപം തന്നെയാണ്. അപ്പോൾ ശരീരത്തിനെ മാത്രം ചേർത്ത് വയ്ക്കുന്നത് കൊണ്ടാണ് നമുക്ക് സുഖവും ദുഃഖവും ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെ സുഖം കുറവും ദുഃഖം കൂടുതലുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അഹന്തയും മമതയുമാണ്. ഞാനും എൻ്റേതുകളുമാണ്. ഞാൻ സുഖമായിരിക്കുക, എൻ്റേതുകൾ സുഖമായിരിക്കുക, അതിനപ്പുറത്തേക്കൊരു ഇത്തിരി പോലും മുന്നോട്ട് പോകാൻ നാം തയ്യാറല്ല. വേറെ ആർക്കും എന്ത് സുഖമില്ലെങ്കിലും എന്തെല്ലാം സംഭവിച്ചാലും അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. അങ്ങനെയാണ് ഈ ലോകത്ത് മനുഷ്യർ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അഹന്തയും മമതയുമാണ് ദുഃഖഹേതുക്കളായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഇതിന് പരിഹാരം എന്ന് വെച്ചാൽ, ഞാൻ എന്നെ എപ്പോൾ പൊന്തുന്നുവോ, എൻ്റേതുകളെ സംരക്ഷിക്കണം, അല്ല എൻ്റേതുകളെന്ന് എപ്പോൾ നമ്മളെ പ്രബലമായ ആ ചിന്ത നമുക്ക് വരുന്നോ, അങ്ങനെ വരുമ്പോൾ അത് നമ്മളുടെ ശത്രുക്കളായി തോന്നിയാൽ മതി. എനിക്ക് എപ്പോൾ ഇങ്ങനെ സ്വാർത്ഥത വരുന്നോ അപ്പോൾ അതെൻ്റെ എനിമിയാണെന്ന് കരുതിയാൽ മതി. നമ്മൾ പറയല്ലോ, അലസത ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാന്ന് ചോദിച്ചാൽ ആലസ്യമാണ്, മടിയാണ്, ലേസിനെസ്സാണ്. അതുപോലെ നമുക്ക് എപ്പോൾ അഹന്ത അല്ലെങ്കിൽ മമത, എൻ്റേതുകളെ ചേർത്ത് വയ്ക്കാനുള്ള ആ ഒരു ത്വര നമുക്ക് കൂടുതലായിട്ട് വരുന്നോ, അപ്പോൾ നമ്മൾ ശരിക്കും അതിനെ എൻ്റെ ശത്രുവായിട്ട് കരുതിയാൽ മതി. ആ ചിന്ത എനിക്ക്
നാശം ചെയ്യുമെന്ന് കരുതിയത്. കാരണം ഏതിനെയും നമ്മൾ പ്രിയം വയ്ക്കുന്നു അത് നമുക്ക് ദുഃഖം തന്നിട്ട് ഇട്ടിട്ട് പോകും, സംശയമില്ല. ഏതും എന്തും ആത്മസ്വരൂപം ഒഴികെയുള്ള എന്തും ഇവിടെ നമ്മളെ ദുഃഖിപ്പിച്ചിട്ട് തന്നെ കടന്നു പോവുള്ളൂ, സംശയമൊന്നുമില്ല അവിടെ. അതുകൊണ്ടാണ് യഥാർത്ഥ സുഖത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ ഗുരു കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ എൻ്റേത് എന്ന് അറിയപ്പെടുന്നതെല്ലാം എന്നിൽ നിന്ന് ഭിന്നമല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതെല്ലാം ആ ഏകാത്മകതയുടെ പ്രകടത ഭാവം തന്നെയാണ്, അതിൽ നിന്ന് ഭിന്നമല്ല എന്ന് നാം പറഞ്ഞു. അപ്പോൾ ആ പരമമായ സത്യത്തിൽ നിന്നും ഭിന്നമായി പ്രപഞ്ചത്തിന് വേറൊരു നിലനിൽപ്പില്ല. പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം ആ അധിഷ്ഠാനമായ ഈശ്വര സത്തയിൽ ഉണ്ടായി നിലനിന്ന് മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നവയാണ്. പക്ഷേ ആ വസ്തുക്കൾക്കെല്ലാം ആ സദ്വസ്തുവിൽ നിന്നും ഭിന്നമായി പ്രപഞ്ചത്തിന് ഉണ്മയില്ല എന്ന അദ്വൈത സിദ്ധാന്തമാണ് ഈ സൂത്രത്തിൻ്റെ എല്ലാ അന്തസാരം. ഒന്നുകൂടി പറയാം. ടീച്ചർ അതെല്ലാം നമുക്ക് ചെറിയ ചെറിയ പോയിന്റുകളാക്കിക്കൊണ്ട് ഓരോ സൂത്രത്തിലും പഠിക്കേണ്ട ഭാഗങ്ങൾ ടീച്ചർ റൈറ്റപ്പായിട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിന് ശ്രദ്ധിക്കാത്തവർ അതെങ്കിലും എഴുതി വെച്ച് സൂക്ഷിച്ച് അത് പഠിക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഈ ആ പരമമായ സത്യം, ആ സദ്വസ്തുവിൽ നിന്നും ഭിന്നമായി പ്രപഞ്ചത്തിന് ഉണ്മയില്ല. ആ സദ്വസ്തുവിൽ നിന്നും ഭിന്നമായി പ്രപഞ്ചത്തിന് ഉണ്മയില്ല എന്ന അദ്വൈത വേദാന്ത സിദ്ധാന്തമാണ് ഈ സൂത്രങ്ങളുടെ എല്ലാം അന്തസാരം. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് പരമാത്മസത്യത്തിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പില്ല. ബ്രഹ്മം എന്ന അധിഷ്ഠാനത്തിലാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുകയും നിലനിൽക്കുകയും മറയുകയും ചെയ്യുക. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപരഹ എന്ന് പറയും. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപരഹ. ഇപ്പോൾ എല്ലാവരും പറയും, ഇതെന്താ ഈ പറയണ, ജഗത്ത് മിഥ്യയാണെന്ന്. ഞാൻ 50 വർഷം വരെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് ഞാൻ എങ്ങനെ പറയും എന്നായിരിക്കും നമ്മുടെയൊക്കെ ചിന്ത. ഈ മിഥ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് സ്വന്തമായി നിലനിൽപ്പില്ല എന്നർത്ഥം. ഈ പ്രപഞ്ചത്തിന് പരമമായ ഈശ്വര സത്തയെ ആശ്രയിക്കാതെ ഒരു കുഞ്ഞു മൺതരിക്ക് പോലും ഇവിടെ എക്സിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ടാണ് ഈ കാണുന്ന ഈ നാമവും രൂപവുമൊക്കെ മിഥ്യ എന്ന് പറയുന്നത്. അതിന് അധിഷ്ഠാനമായ സത്യത്തിൻ്റെ ആ ഒരു ശക്തിയിൽ മാത്രമാണ് ഇവ നിൽക്കുന്നത്. സ്വന്തമായി നിലനിൽപ്പില്ലാത്തത് കൊണ്ടാണ് മിഥ്യ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് എല്ലാ വേദാന്തങ്ങളും ഉദ്ഘോഷിക്കുന്ന പെരുമ്പറ ശബ്ദമാണ്. ബ്രഹ്മം മാത്രമാണ് സത്യം, പരമമായ സത്യം ജഗദീശ്വര സത്ത ഒന്ന് മാത്രമാണ്. അതിൻ്റെ പ്രകടിത ഭാവങ്ങൾ മാത്രമാണ് ഈ കാണുന്ന നാമരൂപാത്മകമായ പ്രപഞ്ചം എന്നുള്ളതാണ് അദ്വൈത വേദാന്ത സിദ്ധാന്തത്തിൻ്റെ പെരുമ്പറ ഘോഷം എന്ന് ശങ്കര ഭഗവത്പാദര് ബ്രഹ്മജ്ഞാനാവലി മാലയിൽ പറയുന്നുണ്ട്. പറയാണ്, ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപരഹ അനേന വേദ്യം സത് ശാസ്ത്രമിതി സർവ വേദാന്ത ഡിണ്ടിമഹ. ഡിണ്ടിമഹ എന്ന് പറഞ്ഞ പെരുമ്പറ. എല്ലാ വേദാന്തങ്ങളും പെരുമ്പറ കൊട്ടി ഉറക്കെ പറയുന്നു. എന്താ? അനേന വേദ്യം സത് ശാസ്ത്രം. ഇതിലൂടെയാണ് എല്ലാ ശാസ്ത്രങ്ങളും അറിയപ്പെടുക. എല്ലാ ശാസ്ത്രങ്ങളുടെയും കാതൽ ഇതാണ്. എല്ലാ ശാസ്ത്രങ്ങളും ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നു. വേദാന്തം ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നു. ഏതാ? ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ. ഓരോ ജീവനുകളും, ഇപ്പം നമ്മൾ മനുഷ്യരെ മാത്രമേ ജീവനായിട്ട് കൂട്ടുന്നുള്ളൂ. സസ്യങ്ങൾക്ക് വരെ ജീവനുണ്ടല്ലേ. ഒരു മൺതരിയിൽ വരെ തന്മാത്രകൾ ശക്തി സ്പന്ദിക്കുന്നുണ്ട്. അപ്പോൾ സമസ്ത ചരാചരങ്ങളിലും തുടിക്കുന്ന സ്പന്ദിക്കുന്ന ആ ജീവാംശം എന്താ? ബ്രഹ്മൈവ. ആ ജഗദീശ്വര സത്ത തന്നെയാണ്. അപരഹ, മറ്റൊന്നുമല്ല. ഇതാണ് വേദാന്തത്തിൻ്റെ പെരുമ്പറ. അത് പഠിച്ചു വയ്ക്കുക. ബ്രഹ്മ സത്യം. ഗുരുവിൻ്റെ കൃതികളുടെ ഒക്കെ കാതൽ ഇത് തന്നെയാണ്. ബ്രഹ്മ സത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ. അപ്പം അത് ആദ്യം പറഞ്ഞ സംശയം ഇവിടെ മാറി.
ബ്രഹ്മം മാത്രമാണ് സത്യം. ജീവനെല്ലാം, ഈ ഓരോ ജീവനുകളും ആ ഈശ്വരാംശം തന്നെയാണ്, മറ്റൊന്നുമല്ല എന്നൊരു ബോധം നമുക്ക് ഉണ്ടാകണം. ഇതാണ് എല്ലാ എല്ലാ ശാസ്ത്രങ്ങളും, എല്ലാ വേദാന്ത ശാസ്ത്രങ്ങളുടെയും ഡിണ്ടിമഹ, പെരുമ്പറ. ഒന്നും കൂടി ശ്ലോകം പറയാം. ബ്രഹ്മ സത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപരഹ ന അപരഹ നാപരഹ അനേന വേദ്യം സച്ചാസ്ത്രമിതി. അത് പിരിക്കുമ്പോൾ സത് ശാസ്ത്രം ഇതി, സച്ചാസ്ത്രമിതി, സാ എഴുതി ചായുടെ പകുതി ഇച്ഛ, സച്ചാസ്ത്രമിതി സർവവേദാന്ത ഡിണ്ടിമഹ. എല്ലാ വേദാന്തത്തിൻ്റെയും പെരുമ്പറ ഘോഷം എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് തന്നെ, ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപരഹ എന്ന്. അവിടെയാണ് നമ്മൾ ഛാന്തോക്യോപനിഷത്തൊക്കെ പറയുന്നത്. ഛാന്തോക്യോപനിഷത്തിലെ 6-ാം അധ്യായത്തിലെ 1-ാം ഖണ്ഡത്തിലെ 3-ാമത്തെ മന്ത്രത്തില് പറയുന്നു. കാരണം ഇത് വേദാന്ത സൂത്രമായതുകൊണ്ട് വേദത്തെ ഈ ഉപനിഷത്ത് ദർശനത്തെ 24 സൂത്രങ്ങളിലായിട്ട് ഗുരു നമുക്ക് തന്നിരിക്കുകയാണ്, വേദത്തെ ആകമാനം. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപനിഷത്തുകളിലേക്ക് കയറി വേദവാക്യങ്ങളിലേക്കൊക്കെ നമ്മൾ അറിയാതെ പോകുന്നു. ഗുരുവിൻ്റെ കൃതികൾ അത്രയും വേദസാര സംഗ്രഹമാണ്. വേദത്തെ കടഞ്ഞെടുത്ത അമൃതാണ് ഗുരുവിൻ്റെ കൃതികൾ. അപ്പോൾ കാരണം ഇത് അനുഭവിച്ച് അതായി മാറിയ സർവേശ്വരനായ ജഗദീശ്വരനായ ഗുരുവിൻ്റെ സ്വാനുഭവത്തിൽ നിന്ന് ഊറി വന്ന അമൃതവാണികളാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ആഴത്തിൽ ഗുരുവിനെ അറിയുന്നവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള യാത്രയിൽ പങ്കാളികളാകാൻ പറ്റൂ. ഈശ്വര നിയോഗം കൊണ്ടോ അല്ലെങ്കിൽ പൂർവജന്മ സുഹൃതം, ഒരുപക്ഷെ മാതാപിതാക്കളുടെ പുണ്യം കൊണ്ടാവാം, പലപ്പോഴായി പല സമയങ്ങളിലായി നമുക്ക് ഇത്തരത്തിലുള്ള ഈ ശ്രവണത്തിന് ഈശ്വരൻ അവസരം ഒരുക്കുന്നുണ്ട്. ആ ശ്രവണം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഇടത്താണ്. ഒരിക്കലും ഇത് ബുദ്ധി കൊണ്ട് പഠിക്കുകയോ മനസ്സുകൊണ്ട് ചിന്തിക്കുകയോ വിഷമിക്കുകയോ ചെയ്യരുത്. വെറുതെ കേൾക്കുക, കണ്ണടച്ചിരുന്ന് ശാന്തമായി വെറുതെ കേൾക്കുക. ബുദ്ധിക്ക് പിടിക്കാവുന്നത് ആദ്യം പിടിക്കുക. കാരണം ഇത് ബുദ്ധിക്കും മനസ്സിനും അപ്പുറത്ത്, ബുദ്ധിയെയും മനസ്സിനെയും പ്രാണസ്പന്ദനത്തെ വരെ അടക്കിയിട്ട് ഗുരു സാക്ഷാത്കരിച്ച സത്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ സത്യം എന്തിനാന്ന് വെച്ചാൽ നമ്മളെയും കൂടി ആ അമൃതാനുഭവത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അപ്പോൾ ഇത് പലതും നമുക്ക് മനസ്സിലാകാത്തത്, എനിക്ക് മനസ്സിലാവുന്നില്ല ഏതാന്ന് പറയുന്നത്. കാരണം ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കരുത് എന്നർത്ഥം. കാരണം ഇത് മനസ്സിനും കടന്ന തലമാണ്. വെറുതെ കേട്ടാൽ മതി. വേദാന്ത ശ്രവണം നമ്മുടെ ജീവിതത്തെ പരിപക്വമാക്കുകയും ജീവിതത്തിൻ്റെ കരകയറ്റുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് ശ്രവിക്കുക. ഇത് ബ്രഹ്മയജ്ഞമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ നമുക്ക് തന്നത് നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിലെ നമ്മുടെ ചെവിയിലേക്ക്, കർണപുടങ്ങളിലേക്ക് കയറി ആത്മസ്വരൂപത്തെ തെളിവാർന്നതാക്കുവാൻ ഇത് സഹായിക്കും, ഗുരുവിൻ്റെ വാണികൾ. അപ്പം നമ്മൾ പറഞ്ഞത് ഛാന്തോക്യ ഉപനിഷത്തിലെ 6-ാം അധ്യായത്തിലെ 1-ാം ഖണ്ഡം 3-ാമത്തെ മന്ത്രം പറയുന്നുണ്ട്. ഉദ്ദാലകനും ശ്വേതകേതുവും തമ്മിലുള്ള സംഭാഷണ രൂപത്തിൽ പറയുന്നുണ്ട്. ഏന ഒരു ചെറിയ ഭാഗം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. നമ്മൾ പലപ്പോഴായി ഛാന്തോക്യം നമ്മൾ പറഞ്ഞ് ഇതൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളതാണ്. ഏന അശ്രുതം ശ്രുതം ഭവതി, അമതം മതം ഭവതി, അവിജ്ഞാതം വിജ്ഞാതം ഭവതി. ഇതാണ് എന്താ പറയുക, ഈ യാതൊന്നു കേട്ടാലാണോ, യാതൊന്നിനാലാണോ അശ്രുതം ശ്രുതം ഭവതി. നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ ഇതൊക്കെ പഠിപ്പിച്ചാലൊന്ന് ആലോചിച്ച് നോക്കൂ. ഭൗതിക ശാസ്ത്രം പഠിക്കുന്ന, മോഡേൺ ആധുനിക ശാസ്ത്രം പഠിക്കുന്ന നമ്മുടെ മക്കള് ഈ ടെക്നിക്കൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സൊക്കെ എത്ര പ്രകാശമുള്ളതായിരിക്കും. യാതൊന്ന് കേട്ടാലാണോ അശ്രുതം ശ്രുതം ഭവതി. കേൾക്കപ്പെടാത്തതെല്ലാം കേൾക്കപ്പെട്ടതായി ഭവിക്കും. യാതൊരു ശബ്ദം നമ്മൾ കേട്ടാലാണോ, യാതൊന്നിനെ കേട്ടാലാണോ ഈ ലോകത്ത് ഇനി ഒരു ശബ്ദവും കേൾക്കാനില്ലാത്ത രീതിയിൽ സകലതിനെയും കേട്ടതായി ഭവിക്കുന്നത്. യാതൊന്ന് കേട്ടാൽ സകലതും കേട്ടതായി ഭവിക്കുന്നുവോ. അശ്രുതം എന്ന് പറഞ്ഞാൽ കേൾക്കാത്തത്, ശ്രുതം എന്ന് പറഞ്ഞാൽ കേട്ടതായി ഭവിക്കും. യാതൊന്നിനാലാണോ കേൾക്കപ്പെടാത്തത് കേട്ടതായി ഭവിക്കുന്നുവോ. യാതൊന്ന് കേട്ടാലാണോ കേൾക്കപ്പെടാത്തതെല്ലാം കേട്ടതായി ഭവിക്കുന്നുവോ. അങ്ങനെ ഒരു ടെക്നിക്ക് നല്ല ടെക്നിക്കല്ലേ.
അടുത്ത പറയണ അമതം മതം ഭവതി, അമതം മതം ഭവതി, മനനം ചെയ്യാത്തത് അല്ല, എല്ലാം മനനം ചെയ്തതായി ഭവിക്കും. യാതൊന്നു മനനം ചെയ്താലാണോ, യാതൊരു പരമസത്യത്തെ മനനം ചെയ്താലാണോ ഇനി മനനം ചെയ്യപ്പെടാത്തത് എല്ലാതും മനനം ചെയ്യപ്പെട്ടതായി ഭവിക്കുന്നത്. യാതൊന്ന് കേട്ടാലാണോ ഇനി കേൾക്കാത്തതെല്ലാം കേട്ടതായി ഭവിക്കുന്നത്. യാതൊന്ന് മനനം ചെയ്താലാണോ, ചിന്തിച്ചാലാണോ ഇനി ചിന്തയ്ക്കപ്പുറമുള്ള സകലതും ചിന്തിച്ചതായി ഭവിക്കുന്നത്. അതുപോലെ തന്നെ അവിജ്ഞാതം വിജ്ഞാതം ഭവതി. അവിജ്ഞാതം എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്തത്, വിജ്ഞാതം അറിയപ്പെട്ടതായി ഭവിക്കും. യാതൊന്നറിഞ്ഞാലാണോ അറിയപ്പെടാത്ത സകലതും അറിയപ്പെട്ടതായി ഭവിക്കുന്നത്. ആ ഒരു ടെക്നിക്കാണ് ഉപനിഷത്തും വേദവും ഒക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത്. യാതൊന്നിനെ അറിഞ്ഞാൽ കേൾക്കപ്പെടാത്തത് കേട്ടതായും, മനനം ചെയ്യപ്പെടാത്തത് മനനം ചെയ്യപ്പെട്ടതായും, അറിയപ്പെടാത്തത് അറിയപ്പെട്ടതായും ഭവിക്കുന്നുവോ എന്നാണ് പറഞ്ഞത്. ഏന അശ്രുതം ശ്രുതം ഭവതി, അമതം മതം ഭവതി, അവിജ്ഞാതം വിജ്ഞാതം ഭവതി. അപ്പോഴാണ് കുട്ടിക്ക് താല്പര്യമായി, എന്ത് ടെക്നിക്കാണത്, എനിക്ക് എങ്ങനെയാ അതറിയാം. കഥം नु ഭഗവഃ സ ആദേശഃ ഭവതീതി. കഥം नु ഭഗവഃ, എങ്ങനെയാണ് പിതാവേ, സ ആദേശഃ, ആ ഉപദേശം എന്താണെന്ന് പറഞ്ഞു തരണം എന്ന് വീണ്ടും കുട്ടി പിതാവിനോട് ആവശ്യപ്പെടുകയാണ്. ഒന്നിനെ കേട്ടാൽ എല്ലാതിനെയും കേട്ടതായി ഭവിക്കുന്നത്, ഒന്നിനെ ചിന്തിച്ചാൽ എല്ലാതിനെയും ചിന്തിച്ചതായി ഭവിക്കുന്നത്, ഒന്നിനെ അറിഞ്ഞാൽ എല്ലാതും അറിഞ്ഞതായി ഭാവിക്കുന്നത്. ആ ഉപദേശം നിനക്ക് ഗുരു പറഞ്ഞു തന്നില്ലേ മകനെ എന്ന് ചോദിക്കുന്നത്. കാരണം കുഞ്ഞ് എത്രയൊക്കെ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടും, മോഡേൺ സയൻസ് പഠിച്ചിട്ടും, പഠിക്കേണ്ടതെല്ലാം പഠിച്ച് സർവ്വവിദ്യാ പാരംഗതനായ തിരിച്ചു വന്നത്. 24 വർഷം പഠിച്ചു, എല്ലാതും നേടി വന്നു. കോൺവക്കേഷനും ഒക്കെ കഴിഞ്ഞാൽ വന്നപ്പോഴാണ് ചോദിക്കുന്നത്, മോനെ ഈ ഒരു കാരണം തല ഉയർന്നു നിൽക്കണം, അഹങ്കാരമുണ്ട്, ജ്ഞാനഗർവുണ്ട്, ഒട്ടുമേ മുഖത്ത് വിനയമോ കരുണയോ ഇല്ല. അപ്പോഴാണ് ചോദിക്കുന്നത്, എൻ്റെ മകൻ വിദ്യാഭ്യാസം നേടിയിട്ടില്ലല്ലോ എന്ന് ശ്വേതകേതു ഉദ്ദാലക മുനി വിചാരിക്കുന്നത്. അപ്പോഴാണ് ചോദിക്കുന്നത്, ഇത് നീ കേട്ടോ കുഞ്ഞേ, ഈ ഒന്നിനെ നമ്മൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ മക്കൾ നേടുന്ന വിദ്യയിലോ നമ്മൾ നേടുന്ന വിദ്യയിലോ ഒക്കെ ഈ അറിവ് ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിലെ ഏതു പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് നമുക്കൊരു ഗുരുവിനെ നമുക്ക് ജീവിതത്തിൽ ആ ഗുരുവിൻ്റെ പാദങ്ങളെ നമുക്ക് ആശ്രയിക്കണം. അതിന് വേണ്ടിയിട്ട്, ആ ഒരു അറിവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഉപനിഷത്തെല്ലാം പറയുന്നത് ഏകം ഏവ അദ്വിതീയം. നമ്മളിപ്പോൾ എല്ലാ സൂത്രവും പറഞ്ഞു വരുമ്പോൾ ചെന്നതിൻ്റെ കൺക്ലൂഷൻ, അതിൻ്റെ അവസാനം ഇങ്ങനെയാണ് പറയുന്നത്, ഏകം ഏവ അദ്വിതീയം. ഏകം ഏവ, ഒന്നേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല. ആ നേഹ നാനാസ്തി കിഞ്ചന, ഇഹ നാനാ കിഞ്ചന നാസ്തി, ഇവിടെ പലതില്ല. അതുകൊണ്ടാണ് ഗുരുവല്ല, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എല്ലാം ഗുരു ഈ ഏകാത്മകതയുടെ വിശ്വമാനവികത മന്ത്രം ഗുരുവിൻ്റെ ഈ ഒന്ന് എന്ന് പറയുന്നത് ഉപനിഷത് ദൃശ്യമായതുകൊണ്ടാണ്. ഉപനിഷത് ദർശനമാണത്. ഉപനിഷത് ഉക്തി രഹസ്യമൂർത്തിടണം എന്ന് പറഞ്ഞ ഗുരു ഈ ഏകാത്മകതയെ നമുക്ക് വീണ്ടും 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 ആവർത്തിച്ച് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ അല്പം പോലും, ഇഹ നാനാ കിഞ്ചന ന അസ്തി. അതാണ് നേഹ ന ഇഹ, നാനാ പലത്, കിഞ്ചന നാസ്തി അല്പം പോലും ഇവിടെ പലതില്ല. അപ്പോൾ രാമനും കൃഷ്ണനും ഗോവിന്ദനും ഗോപാലനും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും ഒക്കെ ഉള്ളിൽ തുടിക്കുന്ന ആ ചൈതന്യം ഒരേ ഒരു ഈശ്വരാംശമാണെന്ന് വലിയൊരറിവ് എല്ലാവരിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്ത് എത്ര ശാന്തിയും സമാധാനവും പുലർന്നാനെ. എത്രയോ മനുഷ്യനെ കൊല്ലാനുള്ള ആയുധങ്ങൾ സജ്ജമാക്കി വെച്ചിട്ട് എൻ്റെ രാജ്യം സുരക്ഷിതമാണെന്ന് നാം അഹങ്കരിക്കുമ്പോൾ ആലോചിച്ച് നോക്കണം. സർവ്വതിലും പൊരുളായിരിക്കുന്ന ഈശ്വരാംശത്തെ, ആ ഈശ്വരൻ്റെ ഇച്ഛയിലാണ് ഇവിടെ സകലതും നടക്കുന്നത് എന്നറിയാതെ മനുഷ്യൻ്റെ ഈ അഹന്തയും മമതയും ഒക്കെ ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചു പോകും ഈ ഇരുട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ. അപ്പോൾ
നമ്മൾ പറഞ്ഞു ഏകമേവ അദ്വിതീയം ദേഹനാനാസ്തി കിഞ്ചന. ഇവിടെ അല്പം പോലും പലതില്ല. ഇതാണ് ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. എന്തെല്ലാം ശാസ്ത്രങ്ങൾ നമ്മൾ പഠിച്ചാലും, എന്ത് വിഷയങ്ങൾ നമ്മൾ പഠിച്ചാലും, ആത്മതത്വം അറിഞ്ഞില്ലെങ്കിൽ, നമ്മളെ നേടേണ്ടത് നേടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാരുണ്യം ഉണ്ടാവില്ല, ദയ ഉണ്ടാവില്ല, അനുകമ്പ ഉണ്ടാവില്ല, വിനയം ഉണ്ടാവില്ല. പരസ്പരം പോർവിളികളും അട്ടഹാസങ്ങളും ഒക്കെയൊന്നും നമുക്ക് കാണാം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അല്ലേ. അപ്പോൾ അവിടെയൊക്കെ ആ മനുഷ്യൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നു. മനുഷ്യന് അറിയേണ്ടത് അറിയാത്തത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലെ മനുഷ്യൻ ഇന്ന് പ്രാകൃതരായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ പറയാണ് തദ്വത് തസ്മാത് എന്നാണ് നമ്മുടെ സൂത്രം മറന്നു പോകരുത്. അതിൽ നിന്നുണ്ടായതെല്ലാം അതിൽ നിന്ന് ഭിന്നമല്ല. ഏതിൽ നിന്നുണ്ടായതെല്ലാം? ആ പരമമായ സത്യത്തിൽ നിന്നുണ്ടായതെല്ലാം ആ സത്യത്തിൽ നിന്നും ഒരു അണുവിട പോലും ഭിന്നമല്ല. അത് തന്നെയാണ്, അതിൽ നിന്ന് അന്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സർവം ഖൽവിദം ബ്രഹ്മ, സർവം ഖലു ഇതം ബ്രഹ്മ, സർവം കാണുന്നതെല്ലാം ഇതം ബ്രഹ്മ ഖലു, ഈ ബ്രഹ്മസത്യം തന്നെയാണ് ഈ കാണുന്നതെല്ലാം. ഈ പ്രപഞ്ചം ബ്രഹ്മസത്യം തന്നെയാണെന്നർത്ഥം. അപ്പോൾ എന്ന ഈ തത്വത്തെയാണ് നമ്മൾ ഈ സൂത്രങ്ങളിലൂടെയെല്ലാം ഉറപ്പിച്ചു പോകുന്നത്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഇപ്പോൾ ബ്രഹ്മാനുഭവത്തിലിരിക്കണതേ, ശരീരമാകുന്ന കൂട്ടിൽപ്പെട്ട്, ദേഹമാകുന്ന കൂട്ടിൽപ്പെട്ട്, ഈ ജഡമയമായ പ്രപഞ്ചത്തിൽപ്പെട്ട് നമ്മളോട് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ശരീരവും വസ്തുവകകളും പുത്രമിത്രാദികളും കളത്രം ഒക്കെ ബ്രഹ്മാനുഭവമാണ്. ഉണ്ട് ഇതൊക്കെ ഉണ്ട് എന്ന് എന്നോടൊപ്പം ഉണ്ടാവും എന്നുള്ള ഒരു ഭ്രമം നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എല്ലാ അനുഭവങ്ങളും ഒരു ശാശ്വതമായ സ്ഥിരമായ ജനന മരണങ്ങളില്ലാത്ത ശാശ്വതമായ ഒരു സത്യത്തിൻ്റെ അടിത്തറയിലാണ് എല്ലാ ബ്രഹ്മാനുഭവങ്ങളും ഉണ്ടാകുന്നത്. നമ്മളൊക്കെ അതിൽ ഇങ്ങനെ ഇളകി മറിയുന്ന സമുദ്രത്തിലേക്ക് ഇട്ട ഒരു ഇലയില്ലേ, ആ ഇല പോലെയാണ് നമ്മളിങ്ങനെ ആ ഈശ്വരൻ്റെ ഇച്ഛയിൽ കറങ്ങി തിരിഞ്ഞ് ആ ഈശ്വരൻ്റെ ഇച്ഛയിലേക്ക് തന്നെ ഞങ്ങളെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ആ ഇച്ഛയുടെ അകത്താണ് നടക്കുന്നത്. പക്ഷെ നമ്മൾ വേറെ ആരൊക്കെയോ ഒന്ന് സങ്കല്പിച്ച് ഭ്രമിച്ച് വെച്ചിരിക്കുകയാണ്. അവിടെയാണ് കുഴപ്പം. അപ്പോൾ എല്ലാ ബ്രഹ്മാനുഭവങ്ങളും, നമ്മുടെ ബ്രഹ്മാനുഭവങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്തൊക്കെ സ്ഥിരമായി ഉണ്ടെന്നും, എൻ്റെ സ്ഥാനമാനങ്ങളോ എൻ്റെ പദവികളോ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ എൻ്റെ സമ്പത്തോ എൻ്റെ സാമൂഹികമായ പദവികളോ എല്ലാം എനിക്കുണ്ട് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത് സകലതും വെറും ബ്രഹ്മാനുഭവങ്ങൾ മാത്രമാണ്. കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല. ഗുരു പറഞ്ഞു ഈ ശരീരത്തിൻ്റെ അവസ്ഥ അതിലും കഷ്ടമാണ്. നീർക്കുമിള പോലെ നിലയേറ്റതാണ്. ഒരു തിര വന്നപ്പോൾ അതിനകത്തൊരു കുമിള വന്നു. എത്ര നേരം അതിന് ആയുസ്സുണ്ട്? അത്രയും നശ്വരമാണ് ഈ ജീവിതം. അപ്പോഴും നമ്മൾ ഈ ശരീരത്തെ പഠിക്കും. സയൻസും ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ നമ്മൾ പഠിക്കും. ശരീരത്തെ പഠിക്കും, പ്രപഞ്ചത്തെ പഠിക്കും, ചരിത്രം പഠിക്കും, എല്ലാം പഠിക്കും. പക്ഷേ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ആ ഏകാത്മകതയെ മാത്രം നമ്മൾ തിരയുകയില്ല, പഠിക്കുകയില്ല. 10,000ങ്ങളിൽ നിന്ന്, കോടിക്കണക്കിന് ജനങ്ങളിൽ നിന്ന് ഈ സത്യത്തെ തേടിയെത്തുന്നവർ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ട്? അതുപോലെ എന്തോ മുജ്ജന്മ സുഹൃതം കൊണ്ടും പുണ്യം കൊണ്ടും പ്രാഗ്ജന്മ വാസന കൊണ്ടും ഒക്കെയാണ് ഇതിലേക്ക് ഇങ്ങനെ വരണതേ. അത് മറ്റുള്ളവർ ആഗ്രഹിച്ച പോലെ അവർക്ക് ഇരിക്കാൻ പറ്റില്ല, കേൾക്കാനും പറ്റില്ല, ഒരു നിമിഷം പോലും. എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ടവരാ പലരും. പല കൈവഴികളിലൂടെ പല രീതിയിൽ ഇതിങ്ങനെ എത്തിപ്പെടുന്നവരാണ്. അതൊക്കെ ഒരു സുഹൃതമാണ്. നമുക്കിങ്ങനെ ഒരുമിച്ചിരുന്ന് ഒരു മഹാഗുരുവിൻ്റെ ദർശനം ചർച്ച ചെയ്യാനും ഒക്കെ സത്സംഗത്തിലിരിക്കാനൊക്കെ ഭാഗ്യസിദ്ധിക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ, പുണ്യമാണത്. എങ്ങനെയാണ് അത് വാക്കുകൾ കൊണ്ട് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ ശരീരം അതിനെ അനുവദിക്കണം, മനസ്സിന് അതിനുള്ള ഉറപ്പ് വേണം, നമ്മുടെ കുടുംബത്തിൽ അതിനുള്ള അന്തരീക്ഷം വേണം. ഇതെല്ലാം സ്വസ്ഥമായി വന്നവർക്കല്ലേ ഇങ്ങനെ ഒരു ക്ലാസ് തേടി വരാനും ഇരിക്കാനൊക്കെ പറ്റുള്ളൂ. ഇപ്പം നമുക്കറിയാം, നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ ഇതിനകത്ത് തന്നെ
ശാരീരികമായി വല്ലാതെ അവശതകൾ, വേദനകൾ അനുഭവിച്ചിരിക്കുന്ന ആളുകൾ വരെ വല്ലവിധേനയും ഒന്ന് നിവർന്നിരുന്നാൽ ഞാനിത് കേൾക്കുന്നു പറഞ്ഞിരിക്കുന്നവർ മറുവശത്തുണ്ടെന്ന് എനിക്കറിയാം. ധാരാളം പേര്, പലരും പല അസുഖങ്ങളെ ഫേസ് ചെയ്യുന്നവരുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്. പലരും പല അസുഖത്തിലിരിക്കുമ്പോഴും ആ അസുഖത്തെ തൃണവത്കരിച്ചുകൊണ്ട് എനിക്ക് അറിഞ്ഞേ തീരൂ ഞാൻ എന്ന് കരുതിയിരിക്കുന്നവരുണ്ട്. ഒത്തിരി പ്രാരബ്ധങ്ങളും പരാധീനതകളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിതമങ്ങ് ഓടിച്ചു പോകുക. നമ്മൾ പറയണ പോലെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന മനുഷ്യരൊക്കെ മറുവശത്തുണ്ടെന്നറിയാം. പക്ഷെ അവരൊക്കെ സംസാരിക്കുമ്പോൾ ഹാപ്പിയാണ് അവരുടെ ജീവിതത്തിൽ. മറ്റൊരു പ്രശ്നങ്ങളും അവരെ ബാധിക്കുന്നില്ല. കാരണം നമ്മൾ അറിയേണ്ട സത്യത്തെ അറിഞ്ഞു. ജഡശരീരത്തിനപ്പുറം ഇതൊന്നും ബാധിക്കാത്ത ഒരു അമൃത സത്യം നമ്മളിലുണ്ട്. അതാണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത് എന്നറിയുമ്പോൾ ബാക്കി ശരീരത്തിൻ്റെ പീഡകളോ മറ്റ് ക്ലേശങ്ങളെയൊക്കെ നമുക്ക് മാറ്റിക്കളയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ എല്ലാ ബ്രഹ്മാനുഭവങ്ങളും ഈ ബ്രഹ്മമെന്ന ആ അധിഷ്ഠാന സത്തയിലാണ് അനുഭവപ്പെടുന്നത് എന്നറിയണം. അപ്പോൾ കാരുണ്യ സിന്ധുവായ, കരുണാനിധിയായ, അനുകമ്പാസ്വരൂപനായ ഒരു ഗുരുവിന് മാത്രമേ ഈ സംസാര സാഗരത്തിൻ്റെ നമ്മളെ മറുകരയിൽ എത്തിക്കാൻ സാധ്യമാവുകയുള്ളൂ. എന്തെല്ലാം അറിവുകൾ നമ്മൾ നേടിയാലും ഒരു ഗുരുവിൻ്റെ കരുണാ കടാക്ഷം കൊണ്ട് മാത്രമേ നമുക്ക് ഈ സംസാര സാഗരം നീന്തി കടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഗുരു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നാവികൻ നീ ദൈവമേ കാത്തുകൊൾകങ്ങു, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൊരാഭിവൻ തോണി നിൻപദം. ഭഗവാനെ, നീ തുടക്കത്തിൽ ദ്വൈതത്തിലാണ് തുടങ്ങുന്നത്. നീ ഞാനും ഉണ്ട്. അജ്ഞനായ ഒരുവന്റെ തലത്തിൽ നിന്ന് തുടങ്ങണം. നീ ഞങ്ങളെ കാത്തുകൊള്ളണം. എന്നിട്ട് ഞങ്ങളെന്ന ഗുരു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതല്ലേ. എന്നെയെന്ന് പറയാൻ പഠിപ്പിച്ചില്ല ഗുരു നമ്മളെ, ഞങ്ങളെ. ഒരു കുഞ്ഞണു പോലും അതിൽ പെടും. ഗുരുവിൻ്റെ ഞങ്ങളിലെ കല്ലിനകത്ത് കുടിവാഴുന്ന ഒരല്പജന്തു മുതൽ ഒരു കൃമി കീടം വരെ ആ ഞങ്ങളിൽ പെടുത്തി അവരെ എല്ലാം രക്ഷിക്കണേ എന്ന പ്രാർത്ഥന ഗുരുവിൻ്റെ. അങ്ങനെയാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻപദം. ഈ സംസാരത്തെ ഒരു കടൽ, ഒരു സാഗരമായിട്ട് സങ്കല്പിച്ചാൽ ആ സാഗരം കടക്കാനായിട്ടൊരു കപ്പൽ വേണം. ആ കപ്പലിൽ നല്ലൊരു കപ്പിത്താൻ വേണം. ആ കപ്പിത്താൻ ഏറ്റവും പരിശീലനം സിദ്ധിച്ച് ഏറ്റവും ആ കടലിൻ്റെ സുരക്ഷാ സങ്കേതങ്ങൾ അറിയാവുന്ന, വളരെ ധീരമായി ആ കപ്പലിനെ നയിക്കാൻ ഒരു കേടും കൂടാതെ ഒരു തടസ്സവും വരാതെ അതിനെ നയിക്കാൻ പറ്റിയ ഒരു നാവികൻ വേണം, ഒരു കപ്പിത്താൻ വേണം. ആ കപ്പിത്താൻ ആരാണ്? ഭഗവാനെ, അങ്ങ് തന്നെയാണ്. അങ്ങ് തന്നെയാണ് ഞങ്ങളെ ഈ സംസാര സാഗരം കടക്കാൻ ഉള്ള ആ തോണിയുടെ കപ്പിത്താൻ. ഇനി ആ തോണി ആരാ? ഭവാബ്ദി അല്ലേ? ഈ സംസാര സാഗരം കടക്കാനുള്ള ആ നാവികൻ നീയാണെങ്കിൽ ആ നാവമേതാ? ആ തോണി ഏതാണ്? നിന്റെ പാദങ്ങളാണ്. നിന്റെ പാദങ്ങളാകുന്ന തോണിയിലേറി അല്ലേ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകുന്നത്, നയിക്കുന്നത് ഭഗവാനെ അങ്ങ് തന്നെയാണല്ലോ. അങ്ങ് തന്നെയാണ് ഞങ്ങളെ നയിക്കുന്നത്, മറ്റാരുമല്ല. അങ്ങയ്ക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഗുരു പല സന്ദർഭങ്ങളിലും പ്രാർത്ഥനയുടെ ഇടയിൽ വളരെ കരുണാർദ്രമായൊരു പ്രാർത്ഥന വയ്ക്കും. അതെന്താണെന്നറിയോ? കഴലിന കാത്തു കിടന്നു വിളിക്കുമെൻ അഴല വിടുന്നറിയാതെയിരിക്കയോ. ഏത് കൃതിയാന്ന് പറയാമോ? പിഴ പലതുണ്ടി ശിവശതകം അല്ലേ? വായിക്കുന്നവരായിരിക്കുന്ന മറുവശത്ത് കേട്ടോ. കഴലിന കാത്തു കിടന്നു വിളിക്കുമെൻ അഴല വിടുന്നറിയാതെയിരിക്കയോ. പിഴ പലതുണ്ടിവനെന്നു നിനയ്ക്കയോ. കുഴിയിലിരുന്നു കരേറുവതെന്നു ഞാൻ. നോക്കൂ, ഞാൻ ആ കഴലെന്ന് പറഞ്ഞ പാദങ്ങളല്ലേ, ആ രണ്ട് പാദങ്ങളെയും കാത്ത് ആ പാദങ്ങളിലാണ് എൻ്റെ ജീവിതം സമർപ്പിച്ചു വെച്ചേക്കുക. എന്നിട്ടും എൻ്റെ ദുഃഖം അഴലുണ്ട്, എനിക്ക് ദുഃഖമുണ്ട്. ആ ദുഃഖം അവിടെ നിന്നറിയാതെ ഇരിക്കയോ. കാണുന്നില്ലേ ഭഗവാനെ? ഈ സംസാര സാഗരത്തിൽ ഉഴലുന്ന എൻ്റെ അഴല്, എൻ്റെ ദുഃഖം അവിടെ നിന്ന് അറിയുന്നില്ലേ?
നീ അങ്ങെന്താ കരുതണം? പിഴ പലതുണ്ടിവൻ എന്നു നിനയ്ക്കയോ. ജന്മാന്തരങ്ങളായി ചെയ്ത കർമ്മവാസനകളാണല്ലോ ഓരോ മനുഷ്യൻ്റെയും ജീവിതം. അപ്പോൾ പല ജന്മങ്ങളിൽ ചെയ്ത പ്രാരബ്ധം നിനക്കുണ്ട്, പിഴയുണ്ട്, നീ തെറ്റുകളുണ്ട് എന്ന് നീ നനച്ചിട്ടാണോ ഭഗവാനെ? പിഴ പലതുണ്ടിവനെന്നു നിനയ്ക്കയോ, കുഴിയിലിരുന്നു കരേറുവതെന്നു ഞാൻ. ഈ അന്ധകൂപത്തിൽ നിന്ന്, ഗർത്തത്തിൽ നിന്ന്, സംസാര സാഗരത്തിൽ പതിച്ചു പോയിരിക്കുന്ന എന്നെ ഒന്ന് അങ്ങ് കരകയറ്റിടണം. ആ പാദങ്ങളൊന്ന്, ആ കൈകളൊന്ന് എനിക്ക് തന്ന് എന്നെ ഒന്ന് കരകയറ്റണം എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയും ഒരു ഗുരുവിൻ്റെ പാദങ്ങളിലാണ് ഒരു ശിഷ്യൻ്റെ മുക്തി ഇരിക്കുന്നത്. അതുപോലെ പറയണ, കൈതൊഴുമടിയനെ നീ കൈതവ നിലേന്നെടുത്തു നിന്നടിയിൽ കൈതഴവിച്ചേർക്കണമേ നിൻ പൈതലിതെന്നോർത്തു നിർഭരമേ. ഏത് കൃതിയാന്ന് പറയാമോ? സ്വാനുഭവഗീതി. അപ്പോൾ എന്താ പറയാ, നന്നായി ഉപാസന ചെയ്യുന്ന സജ്ജനങ്ങളെയാണ് എനിക്ക് എൻ്റെ സമീപത്ത്, അവരോട് സംവദിക്കാനുള്ളൊരു മഹാഭാഗ്യമാണ് ഗുരു തന്നേക്കുന്നതെന്ന് എന്നെ കരുതണം അല്ലേ. കൈതൊഴും അടിയനെ, ഭഗവാനെ ഞാൻ ഈ അടിയൻ നിന്നെ കൈതൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. ആ അടിയനെ നീ കൈതവ നിലയെന്ന് എടുക്കണം. ഞാൻ കൈതവ നിലയിലാണ് എന്ന് വെച്ചാൽ ഒന്നും അറിയില്ല, എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ കളവായ ഈ പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതി ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അജ്ഞാനം, ആ അജ്ഞാന നിലയിൽ നിന്ന് എന്നെ ഒന്ന് ഉയർത്തിയിട്ട് എന്ത് ചെയ്യണം? കൈതഴവി ചേർക്കണം. നമ്മളൊരു കുഞ്ഞ് വീഴുമ്പോൾ എടുത്തിട്ട് തട്ടിയിട്ട് പോട്ടേട്ടോ ഒന്നുമില്ലേ, ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്ന പോലെ ദുഃഖിക്കണ്ട. ഇതൊന്നും ഒരു ദുഃഖമല്ല. ഇതൊക്കെ എന്നെ തഴുകി തലോടി ആ കരം കൊണ്ട് എന്നെ ഒന്ന് സ്പർശദീക്ഷ തന്ന് എന്നെ ഒന്ന് അനുഗ്രഹിച്ച് അങ്ങയിലേക്ക് എന്നെ ഒന്ന് ചേർക്കണമേ, കൈതഴവി ചേർക്കണമേ. നിൻ പൈതലിതെന്നോർത്ത് നിർഭരമേ. എൻ്റെ കുട്ടിയാണിത് എന്ന് കരുതിയിട്ട് എന്നെ ഒന്ന് മാറോടണക്കണേ, എന്നെ ഒന്ന് അങ്ങയിലേക്ക് ചേർക്കണേ ഭഗവാനെ. എന്ത് കരുണാർദ്രമായ പ്രാർത്ഥനയാണ്. നമ്മുടെ ആത്മസ്വരൂപത്തെ തെളിയിച്ച് ആ ആത്മാനുഭൂതിയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രാർത്ഥനയാണിത് അല്ലേ. കാരണം നമ്മൾ എപ്പോഴും ഗുരുവിൻ്റെ എത്രയൊക്കെ നമ്മൾ പഠിച്ചാലും നമുക്ക് പഠിച്ചു എന്നുള്ളൊരു ജ്ഞാനഗർവവും അല്ലെങ്കിൽ എനിക്കിതെല്ലാം അറിയാം അങ്ങനൊരു ചിന്ത നമ്മളിലേക്ക് ഒരിക്കലും വരരുത്. നമ്മൾ പഠിക്കുന്നത് എപ്പോഴും അക്കാഡമിക് തലത്തിൽ മാത്രമാണ്. ഈ അക്കാഡമിക് തലത്തിനപ്പുറം നമുക്കിത് അനുഭവമായിട്ടില്ല. അനുഭവമായാൽ ഒരു പഠനവും നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗുരുവിൻ്റെ ആ പാദങ്ങളിലേക്ക് എപ്പോഴും നമ്മൾ ആശ്രയിക്കുമ്പോൾ ചോദിക്കേണ്ടത് ഇതാണ്: ഭഗവാനെ, എനിക്കിതൊന്ന് തെളിച്ചു തരണേ, എനിക്ക് അതും ഇതൊക്കെ തരണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈ മനസ്സിനെ ഒന്ന് അടക്കാനുള്ള മന്ത്രമാണ് എനിക്ക് തരേണ്ടത്. ഗുരു ഇപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചു, എനിക്കിങ്ങനെ എൻ്റെ മനസ്സിനെ അടക്കി എനിക്ക് ഈശ്വരനെ സദാ സ്മരിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന തരണം എന്ന് പറഞ്ഞു. വല്ലാത്തൊരു ചോദ്യമായിപ്പോയി, വല്ലാത്തൊരു വിഷമമായിപ്പോയി അത് കേട്ടപ്പോൾ. കാരണം ഈ മനസ്സിനെ അടക്കിയാൽ പിന്നെ നമ്മൾ സാക്ഷാത്കാരം കിട്ടിയവരായി. ഈ മനസ്സാണ് ഈ പ്രപഞ്ചമായി വന്ന് നമ്മുടെ ജീവിതമായി ഇങ്ങനെ ഇരിക്കുന്ന ഈ മനസ്സാണ്. ജന്മാന്തരങ്ങളായി ചെയ്ത കർമ്മവാസനകളാണ് നമ്മുടെ മനസ്സ്. ഈ ശരീരം വിടുമ്പോൾ ഈ മനസ്സാണ് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നത്. ഉദാനപ്രാണം കൊണ്ടുപോകുന്നത് ഈ മനസ്സിനെയാണ്. ഈ മനസ്സിൽ സത്യമറിയാതെ ഈ മനസ്സ്, നമ്മുടെ ശരീരം പോകുമ്പോൾ ഈ മനസ്സാണ് ജീവരൂപത്തിൽ മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ മനസ്സിനെ അടക്കണമെങ്കിൽ അതിനുള്ള പ്രാർത്ഥന നമ്മൾ നിരവധിയായ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലും. ഓം നമ ശിവായ എന്നും, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നും, അമ്മേ നാരായണ എന്നും, ഓം ശരവണ ഭവായ എന്നും, ഇങ്ങനെയൊക്കെ കുറേ മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലും. ഈ മന്ത്രങ്ങളെല്ലാം ഒരു രൂപത്തെയും നാമത്തെയും ആശ്രയിച്ചുള്ളതാണ് അല്ലേ. അപ്പം നമ്മൾ അത് ചൊല്ലി ആ രൂപത്തിലും നാമത്തിലും നമ്മൾ ഭ്രമിച്ചു പോകും. അതിൻ്റെ അപ്പുറം പിന്നെ നമ്മൾ കടക്കില്ല. അതുകൊണ്ട് ചെല്ലാൻ പറ്റിയ ഒരു മന്ത്രം വെച്ചാൽ അഹം ബ്രഹ്മാസ്മി എന്ന് ചൊല്ലാം.
അപ്പോൾ ദാർശനിക തലത്തിൽ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഗുരു നമ്മളോട് എന്താ പറഞ്ഞത്? 9 അക്ഷരമുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ട് നടക്കും. കാരണം ഇത്രയും മന്ത്രങ്ങൾ ഇത്രയും കാലങ്ങളായിട്ട് ചൊല്ലിയിട്ട് ലോകത്തിൽ ആരെങ്കിലും നന്നായോ, തെളിഞ്ഞോ? ഇല്ല, തെളിഞ്ഞില്ല. അപ്പം അതുകൊണ്ട് ഈ മനസ്സിനെ അടക്കണമെങ്കിൽ മനസ്സിൻ്റെ അകത്ത് വരേണ്ടതായ ജീവിത മൂല്യങ്ങളും നന്മകളും അടങ്ങണം. അപ്പം മാത്രമേ മനസ്സടങ്ങുള്ളൂ. അതിന് ഗുരു പറഞ്ഞു തന്നു, അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിടുക ഈ നവാക്ഷരി. അരുൾ, അൻപ്, അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം. അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിടുക ഈ നവാക്ഷരി. ഇന്ന് അരുളില്ലാത്ത, അൻപില്ലാത്ത, കരുണയില്ലാത്ത, ജന്മം നൽകിയ മക്കളുടെ മുഖത്ത് നോക്കുമ്പോൾ അതിനെ നെരിച്ചു കൊല്ലാൻ തോന്നുന്ന, മൃഗീയമായി മക്കളെ കൊല്ലുന്ന, ജന്മം നൽകിയ മാതാപിതാക്കളെ ആണെങ്കിലും സ്വന്തം കുഞ്ഞുങ്ങളെ പോലും കൊല്ലാൻ മടിയില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഗുരുവിൻ്റെ അനുകമ്പാദശകം പോലെയുള്ള കൃതികൾ ഇന്നെല്ലാ മനുഷ്യ മനസ്സുകളിലേക്കും വെളിച്ചമായി പടരേണ്ടതുണ്ട്. ഈ കാലത്തെ ചൊല്ലി ഈ യുദ്ധസമാനമായ സാഹചര്യം നിൽക്കുന്നതും മനുഷ്യ മനസ്സുകൾ ഇരുട്ടായി നിൽക്കുന്നതുമായ ഈ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കൃതികൾ മനുഷ്യ മനസ്സിലേക്ക് നിറയേണ്ടത്. അതുകൊണ്ട് ഗുരു പറഞ്ഞ്, അരുളെന്ന് പറഞ്ഞാലും അൻപെന്ന് പറഞ്ഞാലും അനുകമ്പ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെ. അതുകൊണ്ട് നീ ചൊല്ലുക, അരുളുള്ളവനാണു ജീവി. ആർക്കാണോ ഹൃദയത്തിൽ കരുണയുള്ളത്, അൻപുള്ളത്, ദയയുള്ളത്, അവനാണ് ഈ ലോക ജീവിതത്തെ തരണം ചെയ്യുന്നത്. അവനാണ് ലോകത്ത് ജീവിക്കുന്നവൻ, സത്യത്തിൽ ജീവിക്കുന്നവൻ എന്ന 9 അക്ഷരം. അരുളുള്ളവനാണ് ജീവി എന്നുള്ളത് 9 അക്ഷരങ്ങളുള്ള മന്ത്രമാണ്. അത് ഉരുവിട്ടിടുക ഈ കലിയുഗത്തിൽ ഗുരു ഉപദേശിച്ചു തരുന്ന മന്ത്രമാണ്. ഈ അരുളുള്ളവനാണ് ജീവി എന്ന 9 അക്ഷരങ്ങളുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ട് നടക്കൂ. ഹൃദയത്തിൽ അൻപുണ്ടാകട്ടെ, അനുകമ്പയുണ്ടാകട്ടെ, കരുണയുണ്ടാകട്ടെ. ഓം നമോ വാസുദേവായ ഭഗവതേ വാസുദേവായ എന്ന് ചൊല്ലിയിട്ട് നേരെ കാണുന്നവൻ എൻ്റെ ശത്രുവാണെങ്കിൽ രാഗവും ദ്വേഷവും വന്നില്ലേ? നേരെ മറിച്ച് ഉള്ളിൽ കരുണയും അൻപുള്ളവനാണ്, അവനെ കാണുമ്പോൾ പോലും നമുക്കൊന്ന് ചിരിക്കാൻ തോന്നും. അതുകൊണ്ടാണ് ഗുരു സത്യം, ധർമ്മം, ദയ, ശാന്തി എന്ന മാനുഷിക മൂല്യങ്ങളെ എഴുതി അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് അതിനെ ഉപാസിക്കൂ എന്ന് പറഞ്ഞു തന്നത്. ഇതുപോലെ ആരെ പറഞ്ഞ ഏത് ഗുരുവാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ആലോചിച്ച് നോക്കൂ. സത്യമാണ് ദൈവം, സത്യത്തെ നീ സത്യമാണ് എൻ്റെ ദൈവം, സത്യത്തെ പ്രാർത്ഥിക്കൂ. ധർമ്മമാണ് ദൈവം, ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളെയും ചേർത്ത് കോർത്ത് നിർത്തിയിരിക്കുന്ന നിയമവ്യവസ്ഥയ്ക്കാണ് ധർമ്മം എന്ന് പറയുക. സത്യത്തിൽ അധിഷ്ഠിതമാണ്, അതിനെ ദൈവമായി ആരാധിക്കൂ. സ്നേഹത്തെ, ദയയെ ദൈവമായി ആരാധിക്കാൻ ഗുരു പറയാണ്. ഇതൊക്കെ മനുഷ്യ മനസ്സുകളിലെ കരുണ വറ്റിപ്പോകുമ്പോൾ, അനുകമ്പ വറ്റിപ്പോകുമ്പോൾ, ഈ ലോകം എത്ര ഇരുട്ടാർന്നതായി മാറുമ്പോൾ ഗുരുവിൻ്റെ അമൃതവാണികളാണ് ഇതെല്ലാം. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് പതിയേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഗുരുവിൻ്റെ മുൻപിൽ ശരണാഗതി ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുമ്പോൾ നമ്മൾ വിവേക ചൂടാമണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഗുരുശിഷ്യ സംവാദം നമ്മൾ ചർച്ച ചെയ്തു പോകാൻ എപ്പോഴും നമ്മൾ അറിയാതെ ഞാനും അതിലേക്ക് തന്നെ വന്നു പോകും, അല്ലേ? ഈ ലോക ജീവിതത്തിൽ ഒന്നും ശാശ്വതമല്ല. ഞാൻ ശാശ്വതമാണെന്ന് കരുതിയതെല്ലാം അല്ല. എൻ്റെ ശരീരം പോലും, എത്രയോ പൈസ എനിക്ക് ബാങ്കിലുണ്ട്, എത്രയോ എനിക്ക് ബന്ധുമിത്ര എല്ലാ സകലതും എനിക്കുണ്ട്. പക്ഷെ എൻ്റെ ശരീരം അനുനിമിഷം ഇങ്ങനെ ജീർണിച്ച് അതിൻ്റെ സ്വഭാവത്തിലേക്ക് അത് പോവുക, അതിൻ്റെ സ്വഭാവത്തിൽ അത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഒന്നും ശാശ്വതമല്ല, ക്ഷണികമാണ്. ഇറ്റ്സ് നോട്ട് സ്റ്റേബിൾ, ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സ്റ്റേബിളായ ഒന്നിനെ ശാശ്വതമായ ഒന്നിനെ നമ്മൾ തിരയും. അപ്പം നോക്കുമ്പോൾ എനിക്കൊരു ഗുരുവിൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോഴാണ് ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, സ്വാമി നമസ്തേ നതലോകബന്ധോ കാരുണ്യ സിന്ധോ പതിതം ഭവാബ്ദോ. എൻ്റെ സ്വാമി നമസ്തേ നതലോകബന്ധോ, തലകുനിക്കുന്ന ശിഷ്യന്മാർക്ക് ബന്ധുവായിട്ടുള്ളവനെ സ്വാമി അങ്ങേക്ക് നമസ്കാരം. സംസാര സിന്ധോ പതിത, ഞാൻ ഈ സംസാര സാഗരത്തിൽ പതിച്ചുപോയി എനിക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. വിവാഹം കഴിച്ച് മക്കളുണ്ട്, കുട്ടികളുണ്ട്, ഓരോരുത്തരുടേതായ പ്രാരബ്ധങ്ങൾ, കുടുംബത്തിൻ്റെ പ്രാരബ്ധം, സമൂഹത്തിൻ്റെ പ്രാരബ്ധം, സകലതും എനിക്കുണ്ട്. എനിക്ക് അതിൽ നിന്നൊന്നും രക്ഷപ്പെട്ടു പോരാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പതിച്ചു പോയിരിക്കുന്നു.
ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ സാഗരത്തിൽ നിന്ന് എനിക്ക് പതിക്കാതെ രക്ഷപ്പെടണം, അത്രേ പറ്റുള്ളൂ. പ്രാരബ്ധ ശരീരം വന്നുപോയി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് കർമ്മം കൊണ്ട് തീരുള്ളൂ. ഇനിയൊരു കർമ്മക്കെട്ടുമായിട്ട് ഈ ലോകത്തുനിന്ന് പോകാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ ആത്മീയതയുടെ വെളിച്ചം നമ്മുടെ മനസ്സിനെ അടക്കാൻ വേണ്ടി ഈ മന്ത്രങ്ങൾ നമ്മൾ പഠിപ്പിക്കണം. പതുക്കെ പതുക്കെ മനസ്സടങ്ങും. അപ്പോൾ പറയാണ്, കാരുണ്യ സിന്ധോ പതിതം ഭവാബ്ദോ, ഒരു പറഞ്ഞ പോലെ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം. ഗുരുപാദങ്ങളിലാണ് അഭയം തേടാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് വെറുതെ ഏതെങ്കിലും ഒരു ഗുരുവല്ല, ബോധാചാര്യക്കൾ പരമസത്യത്തെ അറിഞ്ഞ് പരമസത്യമായി മാറിയ ഒരു ഗുരുവിൻ്റെ പാദങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഉപദേശിക്കുന്നവരെയല്ല, അനുഭവിക്കുന്നവരെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അപ്പോൾ അല്ലയോ കാരുണ്യ സിന്ധോ, അങ്ങനെയുള്ള ഒരു കരുണ നിറഞ്ഞ് കവിയുന്നവരായിരിക്കും. പരമസത്യത്തെ സാക്ഷാത്കരിച്ച ഗുരുക്കന്മാർ കരുണാസ്വരൂപികളായിരിക്കും, അനുകമ്പ സ്വരൂപികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പറയണ കാരുണ്യ സിന്ധോ, കാരുണ്യ കടലേ, ഭവാബ്ദവും പതിതം. ഞാൻ ഈ ഭവാബ്ദി എന്ന് പറഞ്ഞ, ഭവം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാകുകയും നിലനിൽക്കുകയും നശിക്കുകയും ചെയ്യുന്ന ഈ സംസാരത്തിൻ്റെ ഒരു ഭാഗമായി ഞാൻ വരികയും ഞാൻ ഈ ശരീരത്തിൽ പെടുകയും പതിച്ചു പോയിരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് മാം ഉദ്ധര, അങ്ങനെയുള്ള എന്നെ ഒന്ന് ഉയർത്തു. ഈ കടൽ, ഈ സാഗരത്തിൽ നിന്ന് എന്നെ ഒരു കൈ തന്ന് എന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഒന്ന് ഉയർത്തു. അതിന് അങ്ങനെ ഒരു തിരുനോട്ടം മതി. കാരുണ്യ സുധാഭിവൃഷ്ടിയ, ആ കാരുണ്യം നിറഞ്ഞ, കാരുണ്യമാകുന്ന അമൃത്, സുധ എന്ന് പറഞ്ഞ അമൃത്, കാരുണ്യമാകുന്ന അമൃത് നിറഞ്ഞ ആ കട ഒരു നോട്ടം കൊണ്ട് എന്നെ ഒന്ന് നോക്കിയാൽ മതി ഭഗവാനെ, ഞാൻ രക്ഷപ്പെടും. അല്ലേ? അങ്ങ് എന്നെ ഒന്ന് നോക്കിയാൽ മതി. അതാണ് ശിവലിംഗദാസ സ്വാമികളെ ഗുരുശക്തി പറഞ്ഞത്, ശിശിരീ കുർവദേ ശാന്തൈഹി കടാക്ഷൈ ശിഷ്യ സഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പോൾ ശാന്തമായ കടാക്ഷം കൊണ്ട് ശിശിരീ കുർവദേ, നമ്മുടെ ഉള്ളിലൊരു തണുപ്പുണ്ടാക്കും. ദുഃഖത്തിൽ ലോകപരിഭൂമിയിൽ വാടിത്തളർന്ന് ദുഃഖത്തിൻ്റെ സാഗരമായിരിക്കുന്ന നമുക്ക് ആ ഗുരുവിൻ്റെ ഒരു കടാക്ഷം കിട്ടിയാൽ മതി നമ്മളെ തണുപ്പിക്കാൻ. ശാന്തമായ കടാക്ഷം കൊണ്ട് ശിഷ്യ സഞ്ചയങ്ങളെ തണുപ്പിക്കുന്ന ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്ന് സ്വന്തം ഗുരുവിനെ പാടി പുകഴ്ത്തുന്നുണ്ട് ശിവലിംഗദാസ സ്വാമികൾ. അതുപോലെ ഞാൻ ഈ സംസാര സാഗരത്തിൽ പതിച്ചു പോയിരിക്കുന്നു, എന്നെ ആ ആത്മീയ കടാക്ഷം കൊണ്ട് എന്നെ ഒന്ന് ഉദ്ധരിക്കൂ ഗുരു, എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഗുരു കൊടുക്കുന്ന ഉറപ്പാണ് ശ്രീനാരായണ ഗുരുദേവൻ പരമഹംസൻ നമുക്ക് തരുന്നത്. അപ്പോൾ മാ ഭയഷ്ട, അല്ലയോ കുഞ്ഞെ നീ ഭയപ്പെടേണ്ട, നീ ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും നിനക്ക് എനിക്ക് സത്സംഗം വേണമെന്നും എനിക്ക് ഉള്ളിൽ വെളിച്ചം വേണമെന്നും എനിക്ക് രക്ഷപ്പെടണമെന്നും തോന്നിയല്ലോ. നമ്മളിങ്ങനെ ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാവുന്ന ഈ ശരീരത്തിൽ ഇരുന്നിട്ട് എങ്ങനെയൊക്കെ സുഖം നേടിയെടുക്കാമെന്ന് റിസർച്ച് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിനക്ക് തോന്നിയല്ലോ എനിക്ക് ഈ അറിയേണ്ടതിനെ അറിയണമെന്ന്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ മാ ഭയിഷ്ട, പേടിക്കേണ്ട വിദ്വാൻ, തവ നാസ്തി അപായഹ, നീ ഒരു ഗുരുവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നല്ലോ, ഇനി നിനക്ക് യാതൊരു ആപത്തും വരില്ല. നാസ്തി അപായഹ, അപകടമില്ല. എന്നിട്ട് ഗുരു ഉപദേശിക്കാൻ പോവാണ്, ഏനൈവ യാതാ യതയോസ്യ പാരഹ. ഈ വഴി എന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് അവിടെ ഇരുത്തി തരുമൊന്നുമില്ല. യതയഹ, ഈ യതിമാര്, മനസ്സിനെ അടക്കി പ്രാണനെ അടക്കി സത്യത്തെ സാക്ഷാത്കരിച്ച യതിമാര്, ഋഷീശ്വരന്മാര്, യതീശ്വരന്മാർ, ഏനൈവ യാത, ഏത് വഴിയിലൂടെ നടന്നോ, തേനൈവ മാർഗം, ആ വഴി തവ നിർദ്ദിശാമി, നിനക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഗുരു നടന്ന വഴിയാണ് ഗുരുവിൻ്റെ കൃതികൾ. ഗുരു അനുഭവിച്ച സത്യമാണ് ഗുരുവിൻ്റെ കൃതികൾ. അതാണ് നമ്മുടെ മുന്നിലേക്ക് തന്നിട്ട ഭഗവാൻ. ശരീരത്തോടു കൂടിയില്ല, ശരീരം മാത്രമേ ഇല്ലാതെയുള്ളൂ. ഗുരുവിൻ്റെ വാക്കുകൾ നമ്മോടൊപ്പം ഉണ്ട്. ആ വാക്കുകളാണ് നമുക്ക് ഈ ജീവിതത്തെ, സംസാര സാഗരത്തെ തരണം ചെയ്യാനുള്ള തോണി. അതിലൂടെയാണ് നമ്മൾ പിടിച്ച് കയറി രക്ഷപ്പെട്ടു പോകേണ്ടത്. വേദാസൂത്രം പഠിച്ചാൽ ഗുരുവിൻ്റെ എല്ലാ കൃതിയും നിങ്ങൾക്ക് അനായാസം പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും.
അതിലൂടെ ആത്മീയ വെളിച്ചത്തിലേക്ക് ഉയരാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ വഴിയും വഴികാട്ടിയുമായി ഗുരുവുണ്ട്. ജീവിതത്തെ സാക്ഷാത്കരിച്ച, സത്യത്തെ സാക്ഷാത്കരിച്ച മഹാഗുരു നമുക്ക് വഴിയും വഴികാട്ടിയുമായി ഉള്ളപ്പോൾ എന്തിനാ ഭയപ്പെടേണ്ടത്? യാതൊരു സാഹചര്യത്തിലും യാതൊരു ജീവിത ക്ലേശങ്ങളിലും ഉരുകി ഒന്ന് ഗുരുവേ എന്ന് വിളിക്കാൻ നമുക്ക് ഒരു മഹാഗുരു ഉള്ളപ്പോൾ എന്തിനാ പേടിക്കുന്നത്? യാതൊരു ഭയവും വേണ്ട. ഏതൊരു സിറ്റുവേഷൻസിലും ഏതൊരു സാഹചര്യങ്ങളിലും ആ ബോധാചാര്യക്കഴൽ ചെങ്കമലം നമുക്കുണ്ടാവും. അതിന് ഗുരുപദിഷ്ട വേദാന്തവാക്യേഷു വിശ്വാസ, ഗുരു ഉപദേശിച്ച വേദാന്തവാക്യങ്ങളിൽ നമുക്ക് വിശ്വാസം വേണം. അങ്ങനെ ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഒരുവൻ്റെ ജീവിതം പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഗുരുപാദങ്ങളെ ഏകാശ്രയമായി, ഗുരുവിൻ്റെ പാദങ്ങൾ മാത്രമാണ് എനിക്ക് ആശ്രയം എന്ന് കരുതി ജീവിതം ഇരിക്കുന്നവർക്ക് എപ്പോഴും ഗുരു അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ഏത് ചെയ്യുമ്പോഴും അവിടെ നന്മ ഭവിച്ചുകൊണ്ടേയിരിക്കും. ഏത് തടസ്സങ്ങളും അവിടെ തട്ടിമാറ്റിക്കൊണ്ടേയിരിക്കും. ഈ യാത്ര നമ്മൾ എന്ന് തുടങ്ങുന്നോ അന്ന് നമ്മുടെ വഴികളെല്ലാം ക്ലിയർ ആക്കി തരും. അവിടെയാണ് വ്യത്യാസം. അതായത് ഗുരുവിൻ്റെ പാദങ്ങൾ ഏകാശ്രയമായി ആശ്രയിക്കുന്നവരുടെ ജീവിതം കൊണ്ടുപോകുന്ന പിന്നെ ഗുരുവാണ്. അപ്പോൾ അത് എപ്പോഴും ഐശ്വര്യപൂർണവും ശാന്തിപൂർണവും സമാധാനപൂർണവുമായിരിക്കും. ഇനി ധർമ്മം വെടിഞ്ഞ് ജീവിക്കുന്നവർ എത്രയൊക്കെ സമ്പന്നരായാലും എത്രയൊക്കെ സ്ഥാനമാനങ്ങൾ ഈ ലോകത്തുണ്ടായാലും എങ്ങനെയൊക്കെ ജീവിച്ചാലും ഒരിക്കലും അവർക്ക് ശാന്തതയും സ്വസ്ഥതയും ഉണ്ടാവുന്നില്ല. പുറമേ നോക്കുമ്പോൾ നമുക്ക് തോന്നും അവരൊക്കെ ഭയങ്കര സുഖത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ഒരു നിമിഷം പോലും ഒന്ന് കിടന്നാൽ ഉറക്കം വരൽ പോലും ഉണ്ടാവില്ല. അശാന്തമായിരിക്കും, ദുഃഖപൂർണമായിരിക്കും. അതാണ് സത്യമറിഞ്ഞ് ജീവിക്കുന്നവരെയും ഭൗതികതയെ താലോലിക്കുന്നവരുടെയും ജീവിതങ്ങളുടെ ആ ഒരു വ്യത്യാസം. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം ദുഃഖം കൊണ്ട് തളരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഒരുപക്ഷെ നമ്മൾ വല്ലാതെ ഇനി അങ്ങോട്ടൊരു കാലം എനിക്ക് വെക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ തളർന്നു പോകുന്ന സമയത്താണ് നമ്മൾ എന്നെ രക്ഷിക്കണേ ഗുരു, എന്നെ രക്ഷിക്കണേ എന്ന് നമ്മളൊരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഗുരു നമ്മളോട് എന്താ പറയുക? ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയേയില്ല. എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ഗദ്യപ്രാർത്ഥനയിൽ അല്ലേ? എന്തുകൊണ്ടാ ജനനവും മരണവും ദാരിദ്ര്യവും രോഗവും ഭയവും ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്ന് പറയാൻ കാരണം എന്താ? ഇതൊക്കെ തീണ്ടുന്നത് പറഞ്ഞു സാർ. അതെ, അപ്പോ ശരീരത്തിനാണല്ലോ ജനനവും മരണവും ദാരിദ്ര്യവും രോഗവും ഭയവും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ശരീരത്തെ ശാരദാമ്മച്ചി ഓഡിയോ മ്യൂട്ടാക്കണേ. അപ്പൊ ശരീരത്തെ ചൈതന്യവത്താക്കി വെക്കുന്ന ആ ആത്മചൈതന്യത്തിന് ജനനോ മരണോ ദാരിദ്ര്യമോ രോഗമോ ഭയമോ ഒന്നുമില്ല. ഈ അമൃത വസ്തുവാണ് നാം എന്ന് മനസ്സിനെ ചിന്തിച്ച് ഉറപ്പിച്ച് പഠിപ്പിക്കുമ്പോൾ ശരീരത്തിൻ്റെ വേദന പോലും നമുക്ക് വേദനയല്ലാതായി മാറും. അതുകൊണ്ടാണ് മഹർഷിമാരൊക്കെ എത്ര കടുത്ത വേദനകൾ അനുഭവിക്കുമ്പോഴും അവർ മറ്റുള്ളവരുടെ ദുഃഖം മാറ്റാൻ വേണ്ടി പ്രയത്നിക്കുന്നത് നമുക്ക് കാണാം. അതിനെ സഹിക്കാൻ അവർക്ക് സാധിക്കും. കാരണം അവൻ്റെ ഉള്ളിലുള്ള അമൃതത്വം തന്നെ അതിന് ചൈതന്യം പകർന്നുകൊണ്ടേയിരിക്കും. ലൗകികന്മാരെയൊക്കെ പോലെ അവർ പെരുമാറും. പക്ഷേ അവർ ഏതൊരു സാഹചര്യത്തിലും അന്തശീതളത, ഒരു പർവ്വതത്തെ പോലെ ഉറപ്പും അന്തശീതളതയും അനുഭവിച്ചുകൊണ്ട് തന്നെയായിരിക്കും അവർ ഇരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ചില ആളുകളുണ്ട്, സ്വപ്നം കാണുമ്പോൾ ഉറക്കത്തിൽ പാമ്പ് കടിച്ച് എന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുസ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട്. അത് ഈ കരയുന്നവരെ നമ്മൾ ഉണർത്തിയിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്നും പറ്റിയില്ല എന്ന് പറയും. പാമ്പ് കടിച്ചു, ശരിക്കും മരണവേദന അനുഭവിച്ചു, എല്ലാ വിഷമങ്ങളും അവിടെ അനുഭവിച്ചു, അതിൻ്റെതായ വിയർപ്പും പിന്നെ ഭയവും ശരീരം നെഞ്ചിടിപ്പും ഒക്കെ ഉള്ളിലുണ്ട്. എന്നാലും പറയും ഒന്നും പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ
നിലവിളിച്ചതിൻ്റെ കാരണവും ആ കരച്ചിലിൻ്റെ കാരണവും ഒന്നും ആ ജാള്യത കൊണ്ട് ഒരു നാണക്കേട് കൊണ്ട് അതൊന്നും പറയുകയില്ല. അതുപോലെ തന്നെയാണ് നാം ഓരോരുത്തരും. അതുപോലെ ഗുരു നമ്മളോട് പറയണത്. അങ്ങനെ ഇപ്പോൾ സ്വപ്നം കണ്ടവൻ തന്നിൽ നിന്ന് തന്നെ എടുത്ത് ആ ദൃശ്യങ്ങളെ കണ്ട് അനുഭവിച്ച് തന്നിലേക്ക് തന്നെ അത് ലയിപ്പിച്ചിട്ട് അത് സത്യമാണെന്ന് കരുതി നമ്മൾ ആ ഇച്ചിരി സമയം മോഹിച്ചു, ഭ്രമിച്ചു. സന്തോഷിക്കുന്ന സ്വപ്നമാണ് സന്തോഷിച്ചു, ദുഃഖിക്കേണ്ട സ്വപ്നമാണ് ദുഃഖിച്ചു. എന്നിട്ട് നമ്മൾ അത് ഇതിൽ നിന്നാണോ നമ്മൾ എടുത്ത് കണ്ടത് അതിലേക്ക് തന്നെ നമ്മൾ ഉപരമിപ്പിച്ചിട്ടാണ്, അത് ശമിപ്പിച്ചിട്ടാണ്, അടക്കിയിട്ടാണ് നമ്മൾ എഴുന്നേറ്റ് വരണത്. അപ്പോഴാണ് നമ്മൾക്ക് ലജ്ജ തോന്നുന്നത്, ഇത് സ്വപ്നമായിരുന്നല്ലോ എന്ന്. അതുപോലെ തന്നെ ഒരു ദീർഘമായ സ്വപ്നമാണ് നമ്മുടെ ഈ ജീവിതവും. സ്വപ്നാവസ്ഥയിൽ സ്വപ്നം എത്ര കണ്ട് ക്ഷണികവും ഇല്ലാത്തതുമാണോ അതുപോലെ തന്നെ ഒരു നീണ്ട സ്വപ്നം, ഇപ്പോൾ 80 വയസ്സോ 85ഓ 100ഓ അല്ലെങ്കിൽ എത്രയാണോ അത് ആ ആയുസിൻ്റെ പരിധി കൽപ്പിച്ചിരിക്കുന്നു, ഈശ്വരൻ കൽപ്പിച്ചിരിക്കുന്നു, അത്രയും നീണ്ട ഒരു സ്വപ്നം മാത്രമാണ് നമ്മളുടെ ജാഗ്രതീയമായ ആ ജീവിതം. ജാഗ്രതും സ്വപ്നം പോലെ തന്നെ ഒരു സ്വപ്നം തന്നെയാണ് ഇത്. അതുകൊണ്ടാണ് ദീർഘസ്വപ്നമിമം വിധി എന്ന് പറയുന്നത്. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അല്ലയോ ലക്ഷ്മണ, ഈ ജീവിതം എന്താ പറയുക, വസിഷ്ഠൻ തൻ്റെ ശിഷ്യനായ രാമൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. ദീർഘസ്വപ്നമിമം വിധി, ദീർഘം വാപി മനോരാജ്യം, ദീർഘം വാ ചിത്തവിഭ്രമഃ സംസാരം രഘുനന്ദന. ഇത് സ്വപ്നത്തിൽ കണ്ട പോലെ ഇച്ചിരി സ്വപ്നമാണെങ്കിൽ ഇതൊരു വലിയ സ്വപ്നമാകുഞ്ഞേ. അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കുള്ളൊരു ചിത്തഭ്രമമാണ്. ഞാൻ ഇന്ന ആളാന്നൊക്കെ സങ്കല്പിച്ചു പോയി. ഞാൻ ഇത്രയും ഇപ്പോൾ റിട്ടയർ ആയിട്ട് 3 വർഷമായി. അപ്പോൾ റിട്ടയർ ആകുന്നതിന് മുമ്പ് വരെ ഞാൻ വലിയ അധ്യാപികയായിരുന്നു, ഒത്തിരി പിള്ളേരെ പഠിപ്പിച്ചിരുന്ന വലിയ അധ്യാപികയായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ അതെന്തൊരു സ്വപ്നം പോലെ തോന്നുന്നുണ്ട്. 2 വർഷമായിട്ടുള്ളൂ, 2.5 വർഷമേ കഴിഞ്ഞുള്ളൂ, പക്ഷേ ഒരു സ്വപ്നം പോലെ തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ സകലതും ഈ ഒരു സ്വപ്നതുല്യം. എല്ലാം സ്വപ്നതുല്യം എന്നല്ലാതെ ഒന്നും പറയുവാനില്ല ഗുരു പറഞ്ഞാണ്. അപ്പോൾ ആ സ്വപ്നത്തെ താലോലിച്ചും ഓമനിച്ചും ലാളിച്ചും പ്രതീക്ഷകൾ വെച്ചും ഒക്കെ ജീവിക്കുന്ന മനുഷ്യരോട് ഗുരു പറയുക, സത്യമറിഞ്ഞ് ധീരനായി ജീവിക്കൂ. ഇതൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്താനല്ല, ഭയമില്ലാതെയാകാനാണ്, ധീരമായി ഇവിടെ സഞ്ചരിക്കാനാണ്. കാരണം അമൃതവസ്തുവാണ് നമ്മൾ നിറച്ച് തന്നിരിക്കുന്നത്, അമൃതവസ്തുവാണ് നാം എന്നറിയാനാണ്. അപ്പം അതുപോലെ സ്വപ്നം പോലെ തന്നെയാണ് കരച്ചിൽ. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാനുമില്ല. അജ്ഞാനം കൊണ്ട് കുറച്ച് നാളത്തേക്ക് ഒരു മാനസിക ഭ്രമം വന്നു എന്ന് കരുതിയാൽ മതി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഓരോ പദാർത്ഥങ്ങളെയും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നൊരു സത്യം എന്താണെന്ന് പറഞ്ഞാൽ, ആ ബ്രഹ്മസത്തയില്ലാത്ത ഒരംശം പോലും ഈ പ്രപഞ്ചത്തിലില്ല. ബ്രഹ്മസത്തയില്ലാത്ത ഒരംശം പോലുമില്ല ഒന്നിലും. അപ്പം അത് നമുക്ക് നമ്മൾ പല ഗുരുദേവ കൃതികളിലൂടെയെല്ലാം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെയും നമുക്ക് എന്തുകൊണ്ടാണ് ദുഃഖം, ഈ ഈശ്വരസത്തയിൽ നമ്മൾ ഇരിക്കുമ്പോഴും ദുഃഖം നമ്മളെ ഇങ്ങനെ പിടികൂടിയിരിക്കുകയാണ്. അതെന്താണ് എന്നുള്ളതിന് നമുക്ക് ആത്മാനാത്മ വിവേകം എന്ന കൃതിയിൽ എന്തുകൊണ്ടാണ് മനുഷ്യന് ദുഃഖം വരുന്നത്, എന്തുകൊണ്ടാണ് മനുഷ്യൻ ശരീരം സ്വീകരിക്കേണ്ടി വന്നത്, എന്തുകൊണ്ടാണ് ഈ പരമസത്യത്തിൽ ഇരുന്നിട്ട് നമ്മളത് അറിയാത്തത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ തേടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. 8:48 എന്തായാലും ഈ അടുത്ത സൂത്രം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൺക്ലൂഡ് ചെയ്യാം. തദ്വത് തസ്മാത്, അതിൽ നിന്നുണ്ടായതെല്ലാം ആ പരമാത്മ സത്യത്തിൽ നിന്നും ഒട്ടും ഭിന്നമല്ല, അത് തന്നെയാണ് സർവം ഖൽവിദം ബ്രഹ്മ എന്നതാണ് ഈ ഇന്നത്തെ നമ്മുടെ സൂത്രത്തിൻ്റെ തത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഗുരുവിൽ സമർപ്പിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി
ശാന്തി ശാന്തി. ശ്രീനാരായണ.